ഗുഡ് മോർണിംഗ് ഓൾ. സോ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്കാണ് ഇവല്യൂഷൻ അഥവാ പരിണാമം എന്ന ചാപ്റ്ററാണ് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. സോ എന്താണ് ഇവല്യൂഷൻ എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ പരിണാമം എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ളതാണ് ആദ്യം മനസ്സിലാക്കേണ്ടത്. ഇതിൽ ഇവല്യൂഷനെ കുറിച്ച് നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത്, ഇവല്യൂഷൻ ഈസ് അൺറോളിംഗ് ഓർ അൺഫോൾഡിംഗ് ഓഫ് നേച്ചർ that brings about an orderly change from one form or condition to another, resulting in descendants becoming different from ancestors. ഇതാണ് റിയൽ ഡെഫിനിഷൻ ഓഫ് എവല്യൂഷൻ എന്ന് പറഞ്ഞാൽ, പരിണാമം എന്ന് പറയുമ്പോൾ പൂർവികരിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള സ്വഭാവങ്ങൾ കാലക്രമേണ ഉണ്ടാക്കിയെടുക്കുന്ന ഒരു പ്രതിഭാസമാണ്, അല്ലെങ്കിൽ കാലക്രമേണ ഉണ്ടായി വരുന്ന ഒരു പ്രതിഭാസമാണ് പരിണാമം എന്ന് പറയുക. അപ്പം ഞാൻ ആദ്യം ഡിഫൈൻ ചെയ്തത്, ഇവല്യൂഷൻ എന്ന് പറയുമ്പോൾ ഈസ് അൺറോളിങ് ഓർ അൺഫോൾഡിങ് ഓഫ് നേച്ചർ. ആ നേച്ചറിൻ്റെ, പ്രകൃതിയുടെ അൺറോളിങ് അല്ല, റോള് ചെയ്യുന്നതല്ല, അല്ലെങ്കിൽ മടങ്ങുന്നതല്ല. അൺഫോൾഡിങ്, ഇത് മടങ്ങിപ്പോവുകയല്ല, അല്ലെങ്കിൽ ഇത് ചുറ്റിപ്പെട്ട് പോവുകയല്ല. അപ്പോൾ അൺറോളിങ്ങോ അൺഫോൾഡിങ് ഓഫ് നേച്ചർ ദാറ്റ് ബ്രിങ്സ്, അത് എന്ത് തരുന്നു? ദാറ്റ് ബ്രിങ്സ് അബൌട്ട് ആൻ ഓർഡർലി, ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള, വളരെ ഓർഡർലി ആയിട്ടുള്ള ഒരു ചേഞ്ച്, ഒരു മാറ്റം തരികയാണ്. അപ്പോൾ ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ളൊരു ചേഞ്ച്, അത് വൺ ഫോം ടു അനദർ ഫോം, അല്ലെങ്കിൽ ഫ്രം വൺ കണ്ടീഷൻ ടു അനദർ കണ്ടീഷൻ. അത് ആ ഒരു രൂപമാറ്റം, അത് ഡീസെൻഡൻസ് എന്ന് പറഞ്ഞാൽ ആ ഇവല്യൂഷൻ സംഭവിച്ചു നിൽക്കുന്ന ഗ്രൂപ്പ്സിനെയാണ് ഡിസെൻഡൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ആ പിൻഗാമികൾക്ക് എന്ന് പറഞ്ഞാൽ ഡിസെൻഡൻസിന് ഉണ്ടാകുന്ന വേരിയേഷൻസ് ഫ്രം ദിയർ ആൻസസ്റ്റേഴ്സ്, അവരുടെ തന്നെ പൂർവികരിൽ നിന്നും ഉണ്ടാകുന്ന വ്യത്യാസം. ഇപ്പോൾ നമ്മുടെ കേസ് എടുത്താൽ, ഹ്യൂമൻ ബീയിങ്സിൻ്റെ കേസ് എടുക്കുമ്പോൾ, ഹ്യൂമൻസ് എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാവരും ഉത്ഭവിക്കപ്പെട്ടത് അല്ലെങ്കിൽ ഡിറൈവ്ഡ് ആയത് എയ്പ്സ് എന്ന് പറയുന്ന, അല്ലെങ്കിൽ വാലില്ലാ കുരങ്ങന്മാർ എന്ന് പറയുന്ന ഗ്രൂപ്പിൽ നിന്നാണ്. അപ്പോൾ കാലക്രമേണയാണ്, ബൈ മീൻസ് ഓഫ് ടൈം, ആ ടൈമിലുണ്ടാകുന്ന വേരിയേഷൻസും അതിനനുസരിച്ച് ഓർഗാനിസംസ് ആയിട്ടുള്ള ഏതൊരു ബയോട്ടിക് ഫാക്ടറും കാണിക്കുന്ന ക്യാരക്ടേഴ്സിലുണ്ടാകുന്ന ചേഞ്ചസും, അത് ഗ്രാജുവലായിട്ടുണ്ടാകുന്ന ഒരു വേരിയേഷനാണ്. സോ ഇതാണ് ഇവല്യൂഷൻ അഥവാ പരിണാമം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഇവല്യൂഷണറി സയൻസ് അഥവാ എവല്യൂഷണറി ബയോളജി എന്ന് പറഞ്ഞാൽ ഈസ് ദ സ്റ്റഡി ഓഫ് ഹിസ്റ്ററി ഓഫ് ഡെവലപ്മെൻ്റൽ ഫോംസ് ഓർ ഡെവലപ്മെൻറ്റ്സ് ഓഫ് ന്യൂവർ ഫോംസ് ഓഫ് ലൈഫ് ഫ്രം ദ പ്രീ എക്സിസ്റ്റിംഗ് വൺസ്. നേരത്തെ ഉണ്ടായിരുന്നതിൽ നിന്നും ഒരു രൂപമാറ്റം സംഭവിച്ച് ഒരു പുതിയ രൂപത്തിലേക്ക് മാറി വരുന്ന ആ ഒരു ശാസ്ത്രശാഖ, അല്ലെങ്കിൽ സയൻസിൻ്റെ ഒരു ബ്രാഞ്ച്, അതാണ് എവല്യൂഷണറി ബയോളജി എന്ന് പറയുന്നത്. അത് പല കാലങ്ങൾ കൊണ്ട് സംഭവിക്കുന്ന ഒരു മാറ്റമാണ്, പെട്ടെന്നുണ്ടാകുന്നതല്ല ഈ പരിണാമം എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് നോട്ട് എ സ്പോണ്ടേനിയസ് പ്രോസസ്സ്. ഒരിക്കലും ആകസ്മികമായിട്ട് വന്നു വെച്ചാൽ വളരെ വേഗത്തിൽ, വിത്തിൻ നോ ടൈം എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. ഇറ്റ് ഈസ് എ ടൈം കൺസ്യൂമിങ് പ്രോസസ്സ്. സമയമെടുത്തു മാത്രം നടന്നുകൊണ്ടുപോകുന്ന ഒരു പ്രതിഭാസമാണ് ഇവല്യൂഷൻ എന്ന് പറയുക. അതാണ് ഞാൻ ആദ്യം പറയുന്നത്. ഇവല്യൂഷണറി ബയോളജി ഈസ് ദ സ്റ്റഡി ഓഫ് ഹിസ്റ്ററി ഓഫ് ഡെവലപ്മെൻറ്റ് ഓഫ് ന്യൂവർ ഫോംസ്. പുതിയ പുതിയ രൂപങ്ങൾ, നവീനമായിട്ടുള്ള സൃഷ്ടികൾ ഉണ്ടാകുന്നു. ന്യൂവർ ഫോംസ് ഓഫ് ലൈഫ്, ജീവൻ്റെ പുതിയ പുതിയ രൂപമാറ്റങ്ങൾ സംഭവിക്കുന്നു. എവിടെ നിന്നാണ് ഈ മാറ്റം സംഭവിക്കുന്നത്? ഫ്രം ദി പ്രീ എക്സിസ്റ്റിംഗ് വൺസ്, നേരത്തെ ഉണ്ടായിരുന്നതിൽ നിന്നും പുതിയ രൂപത്തിലേക്കുള്ള ഒരു മാറ്റമാണ് അവിടെ സംഭവിക്കുന്നത്, ഒരു ചേഞ്ചാണ് അവിടെ സംഭവിക്കുന്നത്. ആ ചേഞ്ച് സംഭവിക്കുക എന്ന് പറഞ്ഞാൽ അത് ടൈം കൺസംഷൻ കൊണ്ട് മാത്രം സംഭവിക്കുന്ന ഒരു ആസ്പെക്റ്റാണ്, വളരെ വേഗത്തിൽ നടന്നു പോകുന്ന ഒരു ആസ്പെക്റ്റ് അല്ല. അപ്പം ഓവർ എ പീരീഡ്സ് ഓഫ് ടൈം ഇറ്റ് ഈസ് ഗോയിങ് ഓൺ, ഇറ്റ് ഈസ് ഹാപ്പനിങ്. അതാണ് എവല്യൂഷണറി ബയോളജി എന്ന് പറയുക. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടത്,
എങ്ങനെയാണ് ഒരു ലൈഫ് ഒറിജിനേറ്റ് ചെയ്തത്, എങ്ങനെയാണ് ഒരു ജീവൻ്റെ ഉത്ഭവം ഉണ്ടായത്? നമുക്കെല്ലാവർക്കും സംശയമുള്ളൊരു ഭാഗമാണ്. എങ്ങനെ ഒരു ജീവനുള്ള വസ്തു ഉണ്ടാകുന്നു, അല്ലെങ്കിൽ ലൈഫ് എങ്ങനെയാണ് ഒറിജിനേറ്റ് ചെയ്യപ്പെട്ടത് എന്നുള്ള വളരെ വ്യക്തമായ ഒരു ഡൗട്ടുകൾ പലർക്കും ഉണ്ടായിട്ടുണ്ടാവും. ഈ പറയുന്ന എനിക്കും പണ്ടുണ്ടായിരുന്നു. അപ്പോൾ എങ്ങനെ ലൈഫ് ഉണ്ടാകുന്നു എന്ന് ചോദിച്ചാൽ, അല്ലെങ്കിൽ ഒറിജിൻ ഓഫ് ലൈഫ് എന്ന് പറയുമ്പോൾ ഇതിന് മറ്റൊരു പേര് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക, ബയോപോയിസിസ്. ടേംസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒറിജിൻ ഓഫ് ലൈഫ് ഓർ ബയോപോയിസിസ് ഈസ് ദ ഡെവലപ്മെൻറ്റ് ഓഫ് ലിവിങ് മാറ്റേഴ്സ്. ലിവിങ് മാറ്റേഴ്സിൻ്റെ, ജീവനുള്ള വസ്തുക്കളുടെ വികസനമാണ് അല്ലെങ്കിൽ അതിൻ്റെ വികാസമാണ് ഫ്രം കോംപ്ലെക്സ് ഓർഗാനിക് മോളിക്യൂൾസ്. സങ്കീർണമായിട്ടുള്ള കാർബണിക തന്മാത്രകളിലൂടെ, ഫ്രം കോംപ്ലെക്സ് ഓർഗാനിക് മോളിക്യൂൾസ് ദറ്റ് ആർ ദംസെൽസ് നോൺ ലിവിങ് കമ്പോണൻസ് ബട്ട് ദേ ആർ സെൽഫ് റെപ്ലിക്കേറ്റിംഗ് എന്ന് പറഞ്ഞാൽ, നോൺ ലിവിങ് ആയിട്ടുള്ള കമ്പോണൻസിൽ നിന്നും കോംപ്ലെക്സ് ആയിട്ടുള്ള ഓർഗാനിക് മോളിക്യൂൾസിൽ നിന്നും ഉണ്ടാകുന്ന ഒരു കമ്പോണൻ്റാണ്, അല്ലെങ്കിൽ ഉണ്ടായിട്ടുള്ള ഒരു വസ്തുവാണ് ജീവനുള്ളത് എന്ന് പറയാൻ സാധിക്കുക. അപ്പോൾ അതിനൊരു പ്രത്യേകത ഉള്ളത്, ഇറ്റ് ക്യാൻ ഡു സെൽഫ് റെപ്ലിക്കേഷൻ, സ്വയമേ വിഭജിക്കുവാനുള്ള, ഡിവൈഡ് ചെയ്യുവാനുള്ള ഒരു കപ്പാസിറ്റി ഇവർക്കുണ്ടായിരുന്നു. അപ്പോൾ ഒരു ഓർഗാനിക് ആയിട്ടുള്ള മോളിക്യൂളിൽ നിന്നും ഇത് ഡെവലപ്ഡ് ആകുന്നുണ്ട് എങ്കിലും, അല്ലെങ്കിൽ ഒരു നോൺ ലിവിങ് കമ്പോണൻസ്, അജീവീയമായിട്ടുള്ള ഘടകങ്ങളിൽ കൂടി ഇതുണ്ടാകുന്നുണ്ട്. അപ്പോൾ അജീവീയം എന്ന് പറയുമ്പോൾ നമുക്കിവിടെ ഓർഗാനിക് ആയിട്ടുള്ള, ഇപ്പോൾ കാർബോഹൈഡ്രേറ്റ്സ്, പ്രോട്ടീൻസ്, ഫാറ്റ്സ് തുടങ്ങിയിട്ടുള്ള ഓർഗാനിക് ആയിട്ടുള്ള കോമ്പൗണ്ടുകൾ, ആ ഓർഗാനിക് കോമ്പൗണ്ടുകളിൽ നിന്നുമാണ് ലൈഫിൻ്റെ അഥവാ ജീവൻ്റെ തന്നെ ഉത്ഭവം എന്ന് പറയാൻ സാധിക്കുക. ഒറിജിൻ ഓഫ് ലൈഫ്, അതല്ലെങ്കിൽ ബയോപോയിസിസ് എന്ന് പറയുന്നു. പക്ഷേ അങ്ങനെ ഉണ്ടാകുമ്പോൾ അവിടെ സംഭവിക്കുന്നത്, അവിടെ സെൽഫായിട്ട് റെപ്ലിക്കേറ്റ് ചെയ്യാനുള്ള, സ്വയമേ വിഭജിക്കുവാനുള്ള, ഡിവൈഡ് ചെയ്യുവാനുള്ള ഒരു കഴിവ് അവിടെയുണ്ട്. സെൽഫ് റെപ്ലിക്കേഷൻ കപ്പാസിറ്റി അതിനുണ്ട്. അപ്പോൾ ഇവിടെ ഡെഫിനിഷനായിട്ട് പറയാൻ പറ്റുന്നതേ ഉള്ളൂ, ഒറിജിൻ ഓഫ് ലൈഫ് ഓർ ബയോപോയിസിസ് ഈസ് the development of living matters from complex organic molecules that are themselves non-living but are self-replicating. non-living ആണ്, അജീവീയമായിട്ടുള്ള പദാർത്ഥങ്ങളാണ്, പക്ഷേ അവരെല്ലാം എന്താണ്, സെൽഫായിട്ട് റെപ്ലിക്കേറ്റ് ചെയ്യുന്നവരായിരിക്കുന്നു, അല്ലെങ്കിൽ ആകണം എന്നുള്ളതാണ്. സോ ബിഫോർ ദി ഒറിജിൻ ഓഫ് ലൈഫ്, ലൈഫിൻ്റെ ഒറിജിന് മുമ്പായിട്ട് ഒറിജിൻ ഓഫ് യൂണിവേഴ്സ് മസ്റ്റ് ബി കൺസിഡേർഡ്. നമ്മൾ പരിഗണിക്കേണ്ടത്, നമ്മൾ പറയേണ്ടത് എങ്ങനെ പ്രപഞ്ചമുണ്ടായി. കാരണം പ്രപഞ്ചമുണ്ടെങ്കിലേ അവിടെ ജീവൻ എന്ന് പറയുന്നതിന് പ്രസക്തിയുള്ളൂ. ജീവൻ അതിന് ശേഷമുണ്ടായതാണ്. അപ്പോൾ ആദ്യം ഉണ്ടായിട്ടുള്ളത് യൂണിവേഴ്സാണ്, പ്രപഞ്ചമാണ്. സോ എങ്ങനെ ഒരു പ്രപഞ്ചം ഉണ്ടായിട്ടുണ്ട്, ഒറിജിൻ ഓഫ് യൂണിവേഴ്സ് എങ്ങനെയാണ് എന്ന് നമ്മൾ അറിയേണ്ടതുണ്ട്. സോ അതറിയണമെങ്കിൽ അവിടെ നമ്മൾ ആദ്യമായി മനസ്സിലാക്കുന്ന ചില തിയറീസ്, കാരണം പല പല നിയമങ്ങൾ, പല പല സിദ്ധാന്തങ്ങൾ ഉണ്ടായിട്ടുണ്ട്. കാരണം നമുക്ക് നമ്മുടേതായിട്ടുള്ള ഒരുപാട് എന്താ പറയുക, തോന്നലുകൾ, ഇല്യൂഷൻസ് ഉണ്ട്. അപ്പോൾ ആ ഇല്യൂഷൻസ് നമ്മൾ പോയിൻ്റ് ഔട്ട് ചെയ്യുന്നു, ഇതുകൊണ്ടാണ് ഇത് സംഭവിച്ചത്, അല്ലെങ്കിൽ ബേസിസ് ഓഫ് ദിസ് ഫാക്ട് ഇറ്റ് ഈസ് സോ ഹാപ്പൻഡ് എന്നൊക്കെ നമ്മൾ പറയും. അപ്പോൾ ആ പറയുന്നതെല്ലാം നമ്മുടേതായിട്ടുള്ള ചില തോന്നലുകൾ. ആ തോന്നലുകൾ ഉണ്ടാകണമെങ്കിൽ അവിടെ ചില അനുഭവങ്ങൾ ഉണ്ടാകണം, ചില ഇൻസിഡൻസ് ഉണ്ടാകണം, ചില സംഭവങ്ങൾ ഉണ്ടാകണം. അതുമായിട്ട് കോറിലേറ്റ് ചെയ്യുന്ന, അല്ലെങ്കിൽ യോജിപ്പിക്കത്തരത്തിലുള്ള ചില പദാർത്ഥങ്ങൾ, ചില കാര്യങ്ങൾ ഉണ്ടായിരിക്കണം. അപ്പോൾ ആ കാര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ, നമ്മൾക്കുണ്ടാകുന്ന അനുഭവങ്ങളുടെയും അടിസ്ഥാനത്തിൽ, നമ്മുടേതായിട്ടുള്ള വേർഷൻസിലും, നമ്മുടേതായിട്ടുള്ള രീതികളിലും, അതിനെക്കുറിച്ചുള്ള എക്സ്പ്ലനേഷൻസിലും ഒരുപാട് വൈവിധ്യങ്ങളുണ്ടാകാം. അപ്പോൾ ഇന്നും നമുക്ക് ഒരുപാട് കോൺട്രവേഴ്ഷ്യൽ ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്, തർക്കം തോന്നുന്ന, അല്ലെങ്കിൽ ഇതാണോ കാരണം എന്ന് വരെ നമുക്ക് തോന്നാം. അപ്പോൾ ഇവിടെ ഒരു യൂണിവേഴ്സിൻ്റെ ഒറിജിൻ അഥവാ പ്രപഞ്ചത്തിൻ്റെ ഉദ്ഭവം എന്ന് പറയുന്നത്, അതിനെ എങ്ങനെ നമുക്ക് സാധൂകരിക്കാം, അതെങ്ങനെ ഉണ്ടായി എന്നുള്ളതാണ് ആദ്യം മനസ്സിലാക്കേണ്ടത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇവിടെ ഒരുപാട് തിയറീസ് ഇതിനെക്കുറിച്ചൊക്കെ പറയുന്നുണ്ട്. പക്ഷേ അതിലൊക്കെ വളരെ കോമൺ ആയിട്ട് നമുക്ക് ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റുന്നതും, അല്ലെങ്കിൽ ആശ്രയിക്കാവുന്ന ഒരു തിയറി എന്ന് പറയുന്നത് ബിഗ് ബാങ് തിയറി എന്നതാണ്.
പൊട്ടിത്തെറി സിദ്ധാന്തം എന്നാണ് പറയുക, ബിഗ് ബാങ് തിയറി. അപ്പോൾ ദ മോസ്റ്റ് അക്സെപ്റ്റഡ് തിയറി ടു എക്സ്പ്ലെയിൻ ദ ഒറിജിൻ ഓഫ് യൂണിവേഴ്സ് ഈസ് ദി ബിഗ് ബാങ് തിയറി. ഈ ഒരു തിയറി പ്രപ്പോസ് ചെയ്ത ആളുടെ പേര് ആദ്യം മനസ്സിലാക്കുക. ഏബ് ലിമയർ. അദ്ദേഹമാണ് 1931 ഈ ഒരു സിദ്ധാന്തം ഉണ്ടാക്കിയെടുത്തത്, അല്ലെങ്കിൽ അങ്ങനെ ഒരു തിയറി തന്നെ ഫോർമുലേറ്റ് ചെയ്തത്. അപ്പോൾ എന്താണ് ആ തിയറി പറയുന്നത് നോക്കൂ. അക്കോർഡിംഗ് ടു ദിസ് തിയറി യൂണിവേഴ്സ് ഹാഡ് ആൻ എക്സ്പ്ലോസീവ് ബിഗിനിങ് ആയിരുന്നു. യൂണിവേഴ്സ് എന്ന് പറയുന്നത് വളരെ വളരെ വലിയ രീതിയിലുള്ളൊരു പൊട്ടിത്തെറിയിലൂടെയാണ് ഉദ്ഭവിച്ചത്. ആൻ എക്സ്പ്ലോസീവ് ബിഗിനിങ്, അതാണ് സംഭവിച്ചത്. അപ്പോൾ ആ എക്സ്പ്ലോഷനാണ് യൂണിവേഴ്സിൻ്റെ ഫോർമേഷൻ, അല്ലെങ്കിൽ യൂണിവേഴ്സിലേക്ക് ലീഡ് ചെയ്യപ്പെട്ട കാര്യമെന്നാണ്. അപ്പോൾ യൂണിവേഴ്സ് ഹാഡ് ആൻ എക്സ്പ്ലോസീവ് ബിഗിനിങ്, ആ പൊട്ടിത്തെറിയോടുകൂടി പ്രപഞ്ചമുണ്ടായി എന്നുള്ളതാണ്. സോ ആ യൂണിവേഴ്സ് ഒറിജിനേറ്റ് ചെയ്യപ്പെട്ടത്, അത് രൂപം പ്രാപിച്ചത് അല്ലെങ്കിൽ ഉണ്ടായത് ഏകദേശം 20 ബില്യൺ വർഷങ്ങൾക്ക് മുമ്പാണ്. 20 ബില്യൺ ഇയേഴ്സ് എഗോ ബൈ എ ബിഗ് ബാങ്. അതല്ലെങ്കിൽ ഒരു തെർമോ ന്യൂക്ലിയർ എക്സ്പ്ലോഷനിലൂടെ ആണ് പ്രപഞ്ചം എന്ന് പറയുന്ന, അഥവാ യൂണിവേഴ്സ് എന്ന് പറയുന്ന ആ സംഭവം 20 ബില്യൺ വർഷങ്ങൾക്ക് മുമ്പ്, 20 ബില്യണാണ്. അപ്പോൾ നമുക്കറിയാം 1 ബില്യൺ എന്ന് പറഞ്ഞാൽ 100 കോടിയാണ്. അപ്പോൾ 20 ബില്യൺ വർഷങ്ങൾക്ക് മുമ്പ് ഒരു തെർമോ ന്യൂക്ലിയർ എക്സ്പ്ലോഷനിലൂടെ, ഒരു ബിഗ് ബാങ് കോൺസെപ്റ്റിലൂടെ യൂണിവേഴ്സ് എന്ന് പറയുന്ന ഒരു ഡെൻസ് ആയിട്ടുള്ള, വളരെ തിക്കായിട്ടുള്ള ഒരു എൻറ്റൈറ്റി ഉണ്ടായി എന്നതാണ് കോൺസെപ്റ്റ്. അപ്പോൾ ഈ ഒരു തിയറിയാണ് ഞാൻ പറഞ്ഞത്, ബിഗ് ബാങ് കോൺസെപ്റ്റ് ബൈ ഏബ് ലിമയർ. നൗൺസ് ആയതുകൊണ്ട് നമുക്ക് അങ്ങനെയൊക്കെ പ്രൊനൗൺസ് ചെയ്യാമല്ലോ. സോ ഏബ് ലിമയറാണ്. സോ അത് ഉണ്ടായതിനു ശേഷം ആ ഒരു പൊട്ടിത്തെറിയിലൂടെ ഇതിന് വികാസം പ്രാപിച്ചു. ഇറ്റ് ബിക്കെയിം എക്സ്പാൻഡഡ്. സോ അങ്ങനെ ഒരു എക്സ്പാൻഷനിലൂടെ ടെമ്പറേച്ചറിൻ്റെ ലെവൽ, ഹെൻസ് ദ ടെമ്പറേച്ചർ കെയിം ഡൗൺ, താഴേക്ക് വരുവാൻ തുടങ്ങി. കാരണം അന്ന് ആ ഒരു പ്രിമിറ്റീവ് ടൈമിൽ വളരെ എക്സ്ട്രീമായിട്ടുള്ള ടെമ്പറേച്ചറിൽ നിൽക്കുകയാണ്. വളരെ ഉയർന്ന അല്ലെങ്കിൽ വളരെ കൂടിയ ഒരു താപനിലയിലായിരുന്നു അതുണ്ടായിരുന്നത്. അപ്പോൾ ഈ പൊട്ടിത്തെറിയിലൂടെ, ഈ ബിഗ് ബാങ് അഥവാ തെർമോ ന്യൂക്ലിയർ എക്സ്പ്ലോഷനിലൂടെ അവിടെ അത് എക്സ്പാൻഡഡ് ആവുകയും അത് വികാസം പ്രാപിക്കുകയും അതിൻ്റെ ബേസിസിൽ, അതിൻ്റെ അടിസ്ഥാനത്തിൽ ടെമ്പറേച്ചർ അഥവാ താപനില കുറയുവാനും തുടങ്ങി എന്നുള്ളൊരു കാര്യമുണ്ട്. സോ ആ ടൈമിൽ ഏറ്റവും കൂടുതലായിട്ട് നമുക്ക് അറിയാൻ വരുന്ന അല്ലെങ്കിൽ ഉണ്ടായിരുന്നു എന്ന് പറയപ്പെടുന്ന എലമെൻ്റാണ്, അതല്ലെങ്കിൽ ആ ഒരു മൂലകമാണ് ഹൈഡ്രജൻ. ദ എലമെൻ്ററി ആറ്റം യൂസ്ഡ് ഇൻ ടു progressively heavier atoms of different kinds of elements found today. നമുക്ക് ഇന്ന് കാണുന്ന പലതരത്തിലുള്ള മൂലകങ്ങളിലേക്കും അല്ലെങ്കിൽ എലിമെൻറ്റുകളിലേക്കും ലീഡ് ചെയ്യപ്പെട്ട ആ ഒരു ക്രൈറ്റീരിയ, ഒരു അടിസ്ഥാന ഘടകം എന്ന് പറയുന്നത് ഹൈഡ്രജൻ എന്ന് പറയുന്ന എലമെൻറ്റിൻ്റെ പ്രസൻസ് ആയിരുന്നു. എന്ന് പറഞ്ഞാൽ അന്ന് വളരെ സുലഭമായിട്ട്, ഏറ്റവും കൂടുതലായിട്ട് നമ്മുടെ അറ്റ്മോസ്ഫിയർ അല്ലെങ്കിൽ ആ ഒരു സിറ്റുവേഷനിൽ ഉണ്ടായിരുന്നു എന്ന് പറയുന്ന ആ ഒരു മൂലകം അഥവാ ആ എലമെൻ്റ് എന്ന് പറയുന്നത് ഹൈഡ്രജൻ ആയിരുന്നു. സോ ടു എക്സ്പ്ലെയിൻ അപ്പോൾ ഇതിന് ശേഷം ഈ ഒരു കോൺസെപ്റ്റ്, കാരണം നമ്മുടെ ഈ ബിഗ് ബാങ്ങിലൂടെ ഹൈഡ്രജൻ്റെ എല്ലാം പ്രസൻസും ഇന്ന് കാണുന്ന എലമെൻറ്റുകളിലേക്കുള്ള ഫോർമേഷൻസ്, ആ എലമെൻറ്റുകളെല്ലാം തന്നെ ഹൈഡ്രജൻ്റെ ഒരു പ്രസൻസ് കൂടി ഉണ്ടാകുന്ന ടെൻഡൻസിയിലേക്ക് ലീഡ് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ ഹൈഡ്രജൻ ആയിരുന്നു ദ മോസ്റ്റ് അബൻഡൻറ്റ് എലമെൻറ്റ് ഇൻ ദ എർത്ത് ദാറ്റ് ടൈം. ഇപ്പോൾ പ്രസൻ്റ്ലി നമുക്കറിയാം ഏറ്റവും കൂടുതലായിട്ട് കാണുന്ന എലമെൻ്റ് ഏത് എന്ന് ചോദിച്ചാൽ നൈട്രജനാണ്. പക്ഷെ ദാറ്റ് ടൈം ഇറ്റ് വാസ് ഹൈഡ്രജൻ. സോ ഇവിടെ ഞാൻ പറഞ്ഞു യൂണിവേഴ്സ് എന്ന് പറയുന്നത് എങ്ങനെ ഉണ്ടായി എന്നുള്ളതാണ്. അപ്പോൾ യൂണിവേഴ്സ് ഉണ്ടായി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അടുത്തെന്ത് പറയാം, ആ യൂണിവേഴ്സിൽ അല്ലെങ്കിൽ ആ ഒരു പ്രപഞ്ചത്തിൽ ലൈഫ് എങ്ങനെ ഉണ്ടാകുന്നു, ലൈഫ് എങ്ങനെ ഡെവലപ്പ് ചെയ്യുന്നു. സോ ടു എക്സ്പ്ലെയിൻ ദ ഒറിജിൻ ഓഫ് ലൈഫ്, ആ ജീവൻ്റെ ഉത്ഭവത്തെക്കുറിച്ച് വിവർത്തനം ചെയ്യുമ്പോൾ അല്ലെങ്കിൽ വിശദീകരിക്കുമ്പോൾ ഇറ്റ് വാസ് ബിലീവ്ഡ് ദാറ്റ് സം സ്പെഷ്യൽ പവർ ക്രിയേറ്റഡ് ലൈഫ്. നമ്മൾ ആദ്യം മനസ്സിലാക്കിയിരിക്കുന്നതാണ് സം സ്പെഷ്യൽ പവർ, എന്തോ ഒരു അദൃശ്യമായ ഒരു പ്രത്യേകതരം ശക്തി, ആ ശക്തിയാണ് ഈ പ്രപഞ്ചത്തെ അല്ലെങ്കിൽ ഈ ലൈഫിനെ തന്നെ ഉണ്ടാക്കിയെടുത്തത് എന്നുള്ളതാണ്.
സോ അതുകൊണ്ട് തന്നെ നമ്മൾ അതിനെ പറയുന്നൊരു പേര് തിയറി ഓഫ് സ്പെഷ്യൽ ക്രിയേഷൻ. ഒരു സ്പെഷ്യലായിട്ടുള്ള, ഒരു പ്രത്യേകതരമായിട്ടുള്ള, ഒരു ഊർജ്ജമുള്ള എന്തോ ഒരു ശക്തി, ഒരു എബിലിറ്റി ഉള്ള, ഒരു പൊട്ടൻഷ്യലുള്ള ഒരു കമ്പോണൻറ്റ്, അതിൻ്റെ പ്രസൻസിൽ നിന്നുമാണ് ലൈഫ് ഒറിജിനേറ്റ് ചെയ്യപ്പെട്ടത് എന്നുള്ളൊരു കോൺസെപ്റ്റിലാണ് ആദ്യം നിന്നത്. സോ അതാണ് ഞാൻ ആദ്യം പറയുന്നത്, തിയറി ഓഫ് സ്പെഷ്യൽ ക്രിയേഷൻ, വിച്ച് മീൻസ് ടു എക്സ്പ്ലെയിൻ ദ ഒറിജിൻ ഓഫ് ലൈഫ്. Earlier it was believed that some special power created life. നിങ്ങൾ സ്ട്രെസ് ചെയ്യേണ്ട പോയിന്റ് അതാണ്, സം സ്പെഷ്യൽ പവർ. ആ ഒരു സ്പെഷ്യൽ പവർ ലൈഫിനെ ക്രിയേറ്റ് ചെയ്തു. ഇറ്റ് ഈസ് കോൾഡ് ആസ് തിയറി ഓഫ് സ്പെഷ്യൽ ക്രിയേഷൻ. ഇതാണ് കോൺസെപ്റ്റ്. പക്ഷേ അത് കഴിഞ്ഞപ്പോൾ പിന്നെ മറ്റൊരു വേർഷൻ വന്നു. അതല്ല, മറ്റൊരു ചേഞ്ച്, എന്തോ ഒരു എന്താ പറയുക, ഒരു വേരിയേഷൻ്റെ പ്രസൻസിൽ അല്ലെങ്കിൽ ഒരു വ്യതിയാനത്തിൻ്റെ ഫലമായിട്ട് ഉണ്ടായതാണെന്നുള്ളൊരു കോൺസെപ്റ്റിലേക്കൊക്കെ വന്നു. കാരണം നമുക്കറിയാം, നമ്മുടെ ഈ ചുറ്റുപാടുമുള്ള ആളുകൾക്ക് പലതരത്തിലുള്ള പെർസ്പെക്റ്റീവ്സാണ്, കാഴ്ചപ്പാടുകളാണ്. അപ്പോൾ ആ വരുന്ന കാഴ്ചപ്പാടുകൾ അവർക്കുണ്ടാവുന്ന അനുഭവങ്ങളുടെ വെളിച്ചത്തിൽ, അല്ലെങ്കിൽ അവർക്കുണ്ടാവുന്ന ഇല്യൂഷൻസിൻ്റെ ബേസിസിൽ ആണ് ഇത് പറയപ്പെടുന്നത്. സോ കുറച്ച് ആൾക്കാർ പ്രിമിറ്റീവ് ലൈഫിൽ ഒരു പ്രപഞ്ചശക്തിയുടെ ഒരു പ്രത്യേകതരം സ്പെഷ്യൽ പവറിൻ്റെ പ്രസൻസിൽ ലൈഫ് തന്നെ ഉത്ഭവിച്ചു എന്ന് പറയുമ്പോൾ അതിനേക്കാളും കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ളൊരു കോൺസെപ്റ്റിലേക്ക്, അതുകൊണ്ട് മാത്രമല്ല അതിലൂടെ മറ്റ് ചില ചേഞ്ചസ് സംഭവിച്ചു എന്നുകൂടി കരുതേണ്ടതുണ്ട്. ബട്ട് അൾട്ടിമേറ്റ്ലി ഏത് കോൺസെപ്റ്റുകൾ വന്നിരുന്നാലും ആ ഒരു തിയറി, കാരണം ആ ഒരു എക്സ്ട്രീം പവർ, ഒരു സ്പെഷ്യൽ പവർ എന്നുള്ളത് നമുക്കെല്ലാം അറിയാവുന്നൊരു കാര്യമാണ്, അല്ലാതെ ഒന്നും ഉണ്ടാകാൻ പറ്റത്തില്ലല്ലോ. സോ അപ്പോൾ അടുത്തൊരു തിയറി, അടുത്തൊരു കോൺസെപ്റ്റിലേക്ക് സാർ പോവുകയാണ്. അക്കോർഡിംഗ് ടു അനദർ ഹൈപ്പോതെസിസ്, മറ്റൊരു സിദ്ധാന്തത്തിലേക്ക് പോകുന്നു. ആ തിയറിയാണ് നമ്മൾ നെബുലാർ ഹൈപ്പോതെസിസ് എന്ന് പറയുന്നത്. നെബുലാർ ഹൈപ്പോതെസിസ്. ഈ ഹൈപ്പോതെസിസ് വിച്ച് വാസ് ഗിവൺ ബൈ കാന്റ്, KANT, കാന്റ്. അദ്ദേഹമാണ് ഈ നെബുലാർ ഹൈപ്പോതെസിസിനെ ഫോർമുലേറ്റ് ചെയ്തത്. ഇവിടെ പറഞ്ഞിരിക്കുന്നത് അവർ സോളാർ സിസ്റ്റം, നമ്മുടെ സൗരയൂഥം, was probably be created about 4.5 to 5 billion years ago. 4.5 തുടങ്ങി 5 ബില്യൺ, അവിടെയും ബില്യനാണ് വരിക, ബില്യൺ വർഷങ്ങൾക്ക് മുമ്പ്. Then the gaseous cloud called solar nebula was formed. അവിടെ ഒരു ഗേഷ്യസ് ക്ലൗഡ്, ഒരു വാതക നിറത്തിലുള്ള ഒരു മേഘാവരണം അല്ലെങ്കിൽ വാതക രൂപത്തിലുള്ള മേഘങ്ങൾ, ആ മേഘവലയം, അതിനാണ് നെബുല എന്ന് പറഞ്ഞേക്കുന്നത്. സോ അങ്ങനെയാണ് ലൈഫിൻ്റെ ഒറിജിൻ എന്ന് മറ്റൊരു കോൺസെപ്റ്റ് പറയുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ ഞാൻ ആദ്യം പറഞ്ഞ സ്പെഷ്യൽ തിയറി കഴിഞ്ഞിട്ട് അതിനേക്കാൾ കുറച്ചുകൂടെ മറ്റൊരു ഫോമിലേക്ക് വന്നൊരു തിയറി ആയിരുന്നു നെബുലാർ ഹൈപ്പോതെസിസ് എന്നുള്ളത്. വിച്ച് മീൻസ് അവർ സോളാർ സിസ്റ്റം വാസ് ക്രിയേറ്റഡ് about 4.5 to 5 billion years ago when the gaseous cloud called nebula was formed. ആ നെബുല എന്ന ഗേഷ്യസ് ക്ലൗഡ് ഉണ്ടായ സമയത്താണ് നമ്മുടെ ഈ ഒരു എന്താ പറയുക, ആ ലൈഫിൻ്റെ ഒരു ഫോം തന്നെ, അല്ലെങ്കിൽ ലൈഫിൻ്റെ ഒരു ഡെവലപ്മെൻറ്റ് തന്നെ ഉണ്ടാകാനുള്ളൊരു പോസിബിലിറ്റി എന്നൊരു കോൺസെപ്റ്റിലേക്ക് ആര് പറയുന്നു? കാന്റ് എന്ന സയൻറ്റിസ്റ്റ് പറയുന്നു. അപ്പം ഞാൻ ഈ പേരുകൾ പറയുന്നത് പലരുടെയും കോൺസെപ്റ്റുകൾ അല്ലെങ്കിൽ പലരുടെയും കണ്ടെത്തലുകളെ നമ്മൾ എടുത്തെടുത്ത് പറയേണ്ടതുണ്ട്. അപ്പോൾ അവരുടെ ഫൈൻഡിങ്സ് ആണ് നമ്മൾ ഈ പഠിക്കുന്ന കോൺസെപ്റ്റ് അല്ലെങ്കിൽ ആ തിയറീസ്. അപ്പോൾ ഇതൊന്നുമല്ലാതെ ഈ പറഞ്ഞ സ്പെഷ്യൽ ക്രിയേഷൻ അല്ല, അതല്ലെങ്കിൽ നെബുലാർ ഹൈപ്പോതെസിസ് അല്ലാതെ പിന്നെ വേറൊരു തിയറി ഫോർമുലേറ്റ് ചെയ്തു. ആ തിയറിയാണ് കോസ്മോസോയിക് തിയറി എന്ന് പറയുന്നത്. അപ്പോൾ അത് മൂന്നാമത്തെ തിയറിയാണ്, മൂന്നാമത്തെ ഒരു സിദ്ധാന്തമാണ്. നോക്കൂ എന്തുമാത്രം വ്യതിയാനങ്ങൾ ഉണ്ടാകുന്നു ഇവിടെ. എന്താണ്, നമ്മുടെ എല്ലാം പെർസ്പെക്റ്റീവിനനുസരിച്ച്, നമ്മുടെ കാഴ്ചപ്പാടുകൾക്കനുസരിച്ച് ആ തിയറീസിൻ്റെ രൂപത്തിൽ തന്നെ ഒരുപാട് മാറ്റങ്ങൾ സംഭവിക്കുകയാണ്. സോ ഇവിടെ അനദർ തിയറി ടേംഡ് ആസ് കോസ്മോസോയിക് തിയറി വാസ് ഓൾസോ ഫോർമുലേറ്റഡ്, അതും കൂടി ഉണ്ടായി. അപ്പോൾ ആ തിയറി പറഞ്ഞേക്കുന്നത്, അക്കോർഡിംഗ് ടു ദിസ് തിയറി പ്രിമിറ്റീവ് ലൈഫ്, ആ ആദിമമായിട്ടുള്ള ജീവൻ അല്ലെങ്കിൽ പ്രിമിറ്റീവ് ആയിട്ടുള്ള ലൈഫ് അതുണ്ടായത്, അല്ലെങ്കിൽ അതിൻ്റെ മറ്റൊരു പേര് പറയുന്നു പാൻസ്പെർമിയ. ആ ടേം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പ്രിമിറ്റീവ് ലൈഫിൻ്റെ മറ്റൊരു പേരാണ് പാൻസ്പെർമിയ എന്നുള്ളത്. പാൻസ്പെർമിയ കെയിം ടു എർത്ത്, ഭൂമിയിൽ ഉണ്ടായത് ഫ്രം സം അതർ പ്ലാനറ്റ്, മറ്റു ഗ്രഹങ്ങളിൽ നിന്നുമാണ്. ഫ്രം സം അതർ പ്ലാനറ്റ് ഇൻ ദ ഫോം ഓഫ് മൈക്രോബ്സ് ഓർ സ്പോർസ്. അപ്പോൾ പ്രിമിറ്റീവ് ലൈഫ് അഥവാ പാൻസ്പെർമിയ എന്ന് പറയുന്ന ആ ഒരു സ്റ്റേജിലേക്ക് എത്താനുള്ളൊരു കാരണം മറ്റു പ്ലാനറ്റുകളിൽ നിന്നും
അല്ലെങ്കിൽ മറ്റ് ഗ്രഹങ്ങളിൽ നിന്നും ഭൂമിയിലേക്ക്, മറ്റ് എർത്ത് എന്ന് പറയുന്ന ഒരു പ്ലാനറ്റിലേക്ക് മൈക്രോബ്സിൻ്റെ ഫോമിൽ അല്ലെങ്കിൽ സൂക്ഷ്മജീവികളുടെ ഫോമിൽ, അതല്ലെങ്കിൽ സ്പോറുകൾ എന്ന് പറഞ്ഞാൽ അറിയാം, പൗഡറി ആയിട്ടുള്ള മിൽഡ്യൂസ് കമ്പോണൻസ്, ഫംഗസുകളിലൊക്കെ നമ്മൾ പഠിക്കുന്നൊരു കാര്യമാണ് സ്പോറുകൾ. അപ്പോൾ ആ സ്പോറുകൾ പോലുള്ള രൂപത്തിലോ അതല്ലെങ്കിൽ മൈക്രോബുകൾ എന്ന് പറയുന്ന സൂക്ഷ്മജീവികളുടെ രൂപത്തിലോ ഒക്കെയാണ് ഇത് ഫോമുലേറ്റ് ചെയ്തത് എന്നുള്ളൊരു കോൺസെപ്റ്റിലേക്കും വരുന്നുണ്ട്. സോ ഇതാണ് കോസ്മോസോയിക് തിയറി പറഞ്ഞേക്കുന്നത്. അപ്പോൾ മൂന്നാമത്തെ തിയറി ആയി കഴിഞ്ഞു ഇവിടെ. ആ ഒരു സ്പെഷ്യൽ ക്രിയേഷൻ കഴിഞ്ഞു, അതിനെ ഫോളോ ചെയ്ത് പറയുന്ന നെബുലാർ ഹൈപ്പോത്തസിസ് കഴിഞ്ഞു. ഇപ്പോൾ നമ്മൾ പറയുന്നു കോസ്മോസോയിക്, അല്ലെങ്കിൽ ആ ഒരു എന്താ പറയുക, ഒരു പാൻസ്പെർമിയ എന്ന് പറയുന്ന പ്രിമിറ്റീവ് ലൈഫിൻ്റെ ഫോർമേഷൻ മറ്റു പ്ലാനറ്റുകളിൽ നിന്നും മൈക്രോബുകളുടെയോ അതല്ലെങ്കിൽ സ്പോറുകളുടെയോ രൂപത്തിൽ ഉണ്ടായിട്ടുള്ളവയാണ് എന്നുള്ളൊരു കോൺസെപ്റ്റിലേക്ക് എത്തിക്കഴിഞ്ഞു. അപ്പോൾ അതും പറയുന്നുണ്ട്. പക്ഷേ ഇതല്ലാതെ അതുപോലെ തന്നെ വേറൊരു തിയറി കൂടി പറയുന്നുണ്ട്, സ്പോണ്ടേനിയസ് ജനറേഷൻ, തിയറി ഓഫ് സ്പോണ്ടേനിയസ് ജനറേഷൻ. അത് മറ്റൊരു തിയറിയാണ്. വളരെ ആകസ്മികമായിട്ട്, നമ്മൾ പോലും പ്രതീക്ഷിച്ചിരിക്കാതെ വളരെ അവിചാരിതമായിട്ട് ഒരു ഉദ്ഭവം ഉണ്ടാകുന്നു, ഒരു സ്പോണ്ടേനിയസ് ആയിട്ട് വളരെ വേഗത്തിൽ തന്നെ ഒരു ഡെവലപ്മെൻറ്റ് ഉണ്ടാകുന്നു എന്നൊരു കോൺസെപ്റ്റ് പറയുന്നുണ്ട്, ഒരു തിയറി പറയുന്നുണ്ട്. സോ തിയറി ഓഫ് സ്പോണ്ടേനിയസ് ജനറേഷൻ ബിലീവ്സ് ദാറ്റ് under certain conditions non-living substances gives rise to living beings. ചില പ്രത്യേക സാഹചര്യങ്ങളിൽ അജീവീയമായിട്ടുള്ള ഘടകങ്ങൾ ജീവിയ ഘടകങ്ങളിലേക്ക് രൂപാന്തരം പ്രാപിക്കുന്നു. നോൺ ലിവിങ് കണ്ടീഷൻസിൽ നിന്നും ദാറ്റ് ടേൺസ് ടു എ ലിവിങ് കണ്ടീഷൻ, എ ലിവിങ് ഫോം. അപ്പോൾ അത് ചില സാഹചര്യങ്ങളിൽ മാത്രം സംഭവിക്കുന്ന ഒരു ആസ്പെക്റ്റാണ്, സ്പോണ്ടേനിയസ് ആയിട്ട് സംഭവിക്കുന്ന ഒരു ആസ്പെക്റ്റാണ്. അപ്പോൾ അജീവീയ ഘടകങ്ങളിൽ നിന്നും നോൺ ലിവിങ് മാറ്റേഴ്സിൽ നിന്നും വിത്തിൻ നോ ടൈം ദേ ഓൾ ഗെറ്റ്സ് ചേഞ്ച്ഡ് ഇൻ ടു എ ലിവിങ് ഫോം. ആ ലിവിങ് ഫോമിലേക്ക്, ലിവിങ് മാറ്റേഴ്സിലേക്കുള്ളൊരു കൺവേർഷൻ, ആ ഒരു ചേഞ്ച് അവിടെ സംഭവിക്കുന്നു എന്നൊരു കോൺസെപ്റ്റ് പറയുന്നുണ്ട്. അതിനെയാണ് തിയറി ഓഫ് സ്പോണ്ടേനിയസ് ജനറേഷൻ എന്ന് പറഞ്ഞേക്കുന്നത്. ഇത് പറയുന്നത് പഴയ സയൻറ്റിസ്റ്റുകളായിട്ടുള്ള എന്താ പറയുക, അരിസ്റ്റോട്ടിലിൻ്റെയോ അല്ലെങ്കിൽ പ്ലേറ്റോയുടെയോ അല്ലെങ്കിൽ തെയിൽസിൻ്റെയൊക്കെ ഒരു കോൺസെപ്റ്റാണ്. അരിസ്റ്റോട്ടിൽ, പ്ലേറ്റോ, അതോടൊപ്പം തന്നെ തെയിൽസ് എന്ന സയൻറ്റിസ്റ്റുമാരുടെ എല്ലാം കോൺസെപ്റ്റാണ് ആ സ്പോണ്ടേനിയസ് ജനറേഷൻ എന്ന് പറഞ്ഞേക്കുന്നത്. പക്ഷേ ഇങ്ങനെയൊക്കെ ആണെങ്കിലും അങ്ങനെ ഒരു ഉത്ഭവത്തിനൊരു പോസിബിലിറ്റി ഉണ്ടോ? കാരണം ഒരു നോൺ ലിവിങ് തിങ്സിൽ നിന്നും വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് ഒരു ലിവിങ് തിങ്സിലേക്കുള്ളൊരു ഉത്ഭവം എന്ന് പറയുന്നത് അത് നമുക്കധികം അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ അത് അംഗീകരിക്കാൻ കഴിയാത്ത ഒരു കാര്യമാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഇവിടെ മറ്റൊരു ഫോമിലേക്ക് വരുന്നത്. അപ്പോൾ ഹൗ എവർ, എന്നിരുന്നാലും ലിവിങ് ബീങ്സ് ആർ നൈദർ പ്രൊഡ്യൂസ്ഡ് സ്പോണ്ടേനിയസ്ലി നോർ ക്രിയേറ്റഡ്. ഒരിക്കലും സ്പോണ്ടേനിയസ് ആയിട്ട് പ്രൊഡ്യൂസ് ചെയ്യാനോ അല്ലെങ്കിൽ ക്രിയേറ്റ് ചെയ്യാനോ കഴിയില്ല എന്നൊരു കോൺസെപ്റ്റിലേക്ക് നമുക്ക് വരാൻ സാധിക്കുന്നു. അതെങ്ങനെ വരുന്നു എന്ന് ചോദിച്ചാൽ അതിന് പകരം നമുക്ക് പറയാൻ പറ്റുന്നത് ദ ലൈഫ് കംസ് ഫ്രം പ്രീ എക്സിസ്റ്റിംഗ് ഓർ ഫ്രം വളരെ എന്താ പറയുക, ഒരു പ്രിമിറ്റീവ് ആയിട്ടുള്ള ഫോമിൽ നിന്നും, ആ ഒരു പ്രൈമറി ആയിട്ടുള്ള ഫേസിൽ നിന്നും ഗ്രാജുവലായിട്ടുണ്ടാകുന്ന ഡെവലപ്മെൻറ്റ്സിൻ്റെ ബേസിസിലാണ് ഒരു വേരിയേഷൻ, ഒരു ചേഞ്ച് ഇവിടെ സംഭവിക്കുക. അല്ലാതെ വളരെ ചുരുങ്ങിയ സമയം കൊണ്ടൊന്നും വളരെ ഷോർട്ട് പീരീഡ് ഓഫ് ടൈം കൊണ്ടൊന്നും ലൈഫൊന്നും ഒറിജിനേറ്റ് ചെയ്യാനുള്ള ഒരു പോസിബിലിറ്റി ഇല്ല എന്നൊരു കോൺസെപ്റ്റിലേക്ക് നമുക്ക് എത്തേണ്ടി വരും. അതിന് സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യപ്പെടുന്ന അല്ലെങ്കിൽ അതിനെ സാധൂകരിക്കുന്ന ചില കോൺസെപ്റ്റുകൾ നമുക്കിവിടെ പറയേണ്ടതുണ്ട്. അപ്പോൾ ഞാനിവിടെ പറയുന്നത് ലിവിങ് തിങ്സ് അല്ലെങ്കിൽ ലിവിങ് ബീങ്സ് ആർ നെയ്തർ പ്രൊഡ്യൂസ്ഡ് സ്പോണ്ടേനിയസ്ലി നോർ ക്രിയേറ്റഡ്. അപ്പോൾ അങ്ങനെ ഒരു ആസ്പെക്റ്റ് അവിടെ വരുന്നില്ല. അത് ഒരുപാട് പ്രീ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഫാക്ടേഴ്സിൻ്റെ ബേസിസിലാണ് അവിടെ ചേഞ്ച് സംഭവിച്ച് പുതിയ രൂപമാറ്റം സംഭവിക്കുന്നത്. സോ അങ്ങനെ ആ ഒരു പ്രീ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഫോംസിൽ നിന്നും ലൈഫിലേക്കുള്ള പുതിയൊരു കൺവേർഷൻസ്, ഒരു രൂപമാറ്റങ്ങൾ സംഭവിക്കുന്നതിനെയാണ് ബയോജെനിസിസ് എന്ന് പറഞ്ഞേക്കുന്നത്. ദാറ്റ് ഫിനോമിനൻ ഈസ് നെയിംഡ് ആസ് ബയോജെനിസിസ്. സോ ദിസ് വാസ് പ്രൂവ്ഡ് ബൈ 3 മെയിൻ സയൻറ്റിസ്റ്റ്. അപ്പോൾ പ്രിമിറ്റീവായിട്ടുള്ള ഫോമിൽ നിന്നും ഗ്രാജുവലായിട്ടുണ്ടാകുന്ന വേരിയേഷൻസിലൂടെ പുതിയ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഗ്രൂപ്പ്സിലേക്ക് അത് എത്തുന്നു എന്നൊരു കോൺസെപ്റ്റിലേക്ക് വന്നു. അങ്ങനെയുള്ള ഒരു കോൺസെപ്റ്റിനെയാണ് ബയോജെനിസിസ് എന്ന് പറഞ്ഞേക്കുന്നത്. ഈ തിയറിയെ സപ്പോർട്ട് ചെയ്യുന്നത് 3 പ്രധാനപ്പെട്ട സയൻറ്റിസ്റ്റുമാരാണ്. ഒന്ന് റെഡി, REDI, റെഡി എന്ന സയൻറ്റിസ്റ്റ്, പിന്നെ സ്പെലാൻസാനി ആൻഡ് പാസ്റ്റർ. അപ്പോൾ റെഡി,
സ്പെലാൻസാനി ആൻഡ് പാസ്റ്റർ എന്ന 3 പ്രധാനപ്പെട്ട സയൻറ്റിസ്റ്റുമാരുടെ കോൺസെപ്റ്റ് അനുസരിച്ചാണ് ഈ ഒരു വെർഷനിലേക്ക് എത്താൻ കഴിഞ്ഞത്. സ്പോണ്ടേനിയസ് ആയിട്ട് ഒന്നും സംഭവിക്കത്തില്ല. കാരണം അക്കോർഡിംഗ് ടു ദം evolution is not a spontaneous activity. It is actually a time consuming process. സമയമെടുത്ത് മാത്രം സംഭവിക്കുന്ന ഒരു പ്രതിഭാസമാണ് ഇത് എന്നുള്ളതാണ് ഈ റെഡിയുടെയും സ്പെലാൻസാനിയുടെയും ലൂയി പാസ്റ്ററുടെയൊക്കെ ഒരു കോൺസെപ്റ്റായിട്ട് നമുക്ക് പറയാൻ സാധിക്കുക. അപ്പോൾ അങ്ങനെ ഒരു വെർഷനിലേക്ക് വരണമെങ്കിൽ അതിനൊരു റീസൺ ഉണ്ടാകണമല്ലോ. ചുമ്മാതെ നമുക്കൊരു കാര്യം പറയാൻ പറ്റത്തില്ല. നമ്മളൊരു പോയിന്റ് പറയുമ്പോൾ ആ പോയിന്റിനെ ജസ്റ്റിഫൈ ചെയ്യുന്ന തരത്തിൽ ഒരു എക്സ്പ്ലനേഷൻ നമ്മൾ കൊടുക്കേണ്ടി വരും. ആ ഒരു ജസ്റ്റിഫിക്കേഷൻ പ്രൊവൈഡ് ചെയ്യേണ്ടി വരും. അപ്പോൾ അതിനു വേണ്ടി ഒരു എക്സ്പെരിമെൻ്റ് തന്നെ കണ്ടക്ട് ചെയ്യേണ്ടിട്ട് വന്നു. അങ്ങനെ കണ്ടക്ട് ചെയ്തൊരു എക്സ്പെരിമെൻ്റാണ് ഞാൻ ഈ പറയാൻ പോകുന്നത്. ലൂയി പാസ്റ്റർ, അദ്ദേഹത്തെക്കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്. ലൂയി പാസ്റ്റർ അദ്ദേഹം ഉപയോഗിച്ചത് ഒരു സ്വാൻ നെക്ക് ഫ്ലാസ്ക്, സ്വാൻ നെക്കിലുള്ള ഫ്ലാസ്ക്, സ്വാൻ നമുക്കറിയാം. സോ സ്വാൻ നെക്ക് ഫ്ലാസ്ക് ആൻഡ് പ്രിപ്പയർഡ് എ മീറ്റ് ബ്രോത്ത്, മീറ്റിൻ്റെ ഒരു ബ്രോത്ത് പ്രിപ്പയർ ചെയ്തു. ആൻഡ് ബ്രോത്ത് ഇൻ ദീസ് ഫ്ലാസ്ക് ആൻഡ് ബോയിൽഡ് ദം ഫോർ സെവറൽ അവേഴ്സ്. അപ്പോൾ ആ ഒരു മീറ്റിൻ്റെ ബ്രോത്തിനെ ആ ഫ്ലാസ്കിലേക്ക് എടുക്കുകയും അതിനെ കുറച്ച് സമയം എന്ത് ചെയ്തു, ബോയിൽ ചെയ്യുകയും ചെയ്തു, ചൂടാക്കുകയും ചെയ്തു. എന്നിട്ട് ഹി ദെൻ ലെഫ്റ്റ് ദി ഫ്ലാസ്ക്, ആ ഫ്ലാസ്കിനെ ഉപേക്ഷിച്ച് വിട്ടു. അൺസീൽഡ് ഓൺ എ ലാബോറട്ടറി ബെഞ്ച്, ഒരു ലാബോറട്ടറി ബെഞ്ചിൽ അൺസീൽഡ് ആയിട്ടുള്ള ഒരു കണ്ടീഷനിൽ ലാബോറട്ടറി ബെഞ്ചിൽ ഒരു ലാബിനകത്ത് അദ്ദേഹം അതിങ്ങനെ വെച്ചു. ആൻഡ് ദെയർ വാസ് ഫ്രീ എക്സ്ചേഞ്ച് ഓഫ് എയർ. അവിടെ ആ എയറിൻ്റെ ഒരു എക്സ്ചേഞ്ച് ഉണ്ട്. കാരണം ഓപ്പൺ ആണ്, ഒരു തരത്തിലും എയറിൻ്റെ ഒരു എൻട്രിയെ ബ്ലോക്ക് ചെയ്യുന്ന ഒന്നും ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടില്ല. അപ്പോൾ ഫ്രീ എക്സ്ചേഞ്ച് ഓഫ് എയർ വിത്ത് ദി എൻവയോൺമെൻറ്റ്. സോ that means though the system did not lack oxygen. എന്തിനാണ് അങ്ങനെ എയർ ടൈറ്റ് പോലും ആക്കാതെ അത് ഓപ്പൺ ഫോമിൽ വെച്ചതെന്ന് ചോദിച്ചാൽ അവിടെ ഓക്സിജൻ്റെ ഡെഫിഷ്യൻസി ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ട് ആ മീറ്റ് ബ്രോത്തിനെ ഈ ഒരു സ്വാൻ നെക്കുള്ള ഫ്ലാസ്കിൽ വച്ചിട്ട് ഒരു 7-8 മണിക്കൂർ നല്ല രീതിയിൽ ബോയിൽ ചെയ്തിട്ട് ആ ഒരു ലാബിൽ അദ്ദേഹം അത് ഓപ്പൺ ചെയ്ത് വെച്ചിരിക്കുകയാണ്. സോ ദാറ്റ് അവിടെ ആവശ്യമായിട്ടുള്ള എയറേഷൻ കിട്ടണം, അതിന് വേണ്ടിയ എയർ അവിടെ കിട്ടണം എന്നുള്ളതാണ്. സോ അതിനുവേണ്ടി അദ്ദേഹം അത് പ്രൊവൈഡ് ചെയ്തു. സ്റ്റിൽ ദ ഫ്ലാസ്ക് റിമെയിൻ ഫ്രീ. അപ്പോഴും ആ ഫ്ലാസ്ക് നമ്മൾ ഫ്രീ ആയിട്ട് വെച്ചു, ഫ്രീ ഓഫ് മൈക്രോബിയൽ കണ്ടാമിനേഷൻ ഫോർ മന്ത്സ്. പക്ഷേ ഒരുപാട് മാസങ്ങളോളം മൈക്രോബ്സിൻ്റെ ഒരു കണ്ടാമിനേഷൻ ഇല്ലാതെ, ഒരു സൂക്ഷ്മ പദാർത്ഥവും സൂക്ഷ്മജീവികളും അതിനെ അറ്റാക്ക് ചെയ്യാതെ മാസങ്ങളോളം അതിനെ സൂക്ഷിക്കാനായിട്ട് അദ്ദേഹത്തിന് കഴിഞ്ഞു. സോ ദിസ് എക്സ്പീരിയൻസ് പ്രൂവ്സ്, ആ ഒരു എക്സ്പീരിയൻസ് ആണ് അല്ലെങ്കിൽ ആ ഒരു എക്സ്പീരിയൻസ് ആണ് പ്രൂവ് ചെയ്യുന്നത്. എന്താണ്? ദാറ്റ് മീൻസ് ഓർ ദിസ് ഡിസ്പ്രൂവ്ഡ് ദ കോൺസെപ്റ്റ് ഓഫ് സ്പോണ്ടേനിയസ് ജനറേഷൻ കംപ്ലീറ്റ്ലി. കാരണം ഒരു സ്പോണ്ടേനിയസ് ആയിട്ടുള്ള ജനറേഷൻ വളരെ വേഗത്തിൽ സംഭവിക്കുക, അല്ലെങ്കിൽ ആ ഒരു കോൺസെപ്റ്റ് വളരെ ഫാസ്റ്റായിട്ട് നടക്കുമെന്നൊരു കോൺസെപ്റ്റിലേക്ക് എത്താൻ കഴിയത്തില്ല എന്നുള്ള ഒരു ആസ്പെക്റ്റാണ് ഇതിലൂടെ അദ്ദേഹം പോയിന്റ് ഔട്ട് ചെയ്ത് കാണിച്ചത്. എന്ന് പറഞ്ഞാൽ ഒരു കാരണം നമുക്ക് സാധാരണ കേസിൽ അറിയാം, ഒരു ഏതെങ്കിലും ഒരു ഐറ്റം, ഒരു ഫുഡ് ഐറ്റം, ആ ഫുഡ് ഐറ്റം നമ്മൾ ഈവൻ ബോയിൽ ചെയ്യുമ്പോൾ അതിന് ഒരു സർട്ടൺ ലിമിറ്റ് ഓഫ് ടൈം വരെ അതിന് എന്ത് ചെയ്യാൻ കഴിയും, മറ്റു തരത്തിലുള്ള കണ്ടാമിനേഷൻസ് വരാതെ അതിന് നമുക്ക് ഓവർകം ചെയ്യാൻ കഴിയും, അതിനെ ബ്ലോക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇവിടെ മാസങ്ങളോളമാണ് ഇതിനെ ആ ഒരു ടെമ്പറേച്ചർ ലെവലിൽ അല്ലെങ്കിൽ ആ ഒരു കണ്ടീഷനിൽ അതിനെ വച്ചേക്കുന്നത്. ദാറ്റ് മീൻസ് എയർ ടൈറ്റ് പോലും ആക്കാതെ ഓപ്പൺ ഫോമിൽ വെച്ചു. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ അവിടേക്ക് എയറിൻ്റെ സപ്ലൈ സഫീഷ്യൻ്റ് ക്വാണ്ടിറ്റിയിൽ വരുന്നുണ്ട്. ബട്ട് സ്റ്റിൽ അത് ഫ്രീ ഓഫ് കണ്ടാമിനേഷൻസ്, ഫ്രീ ഓഫ് മൈക്രോബിയൽ കണ്ടാമിനേഷൻസ്, മൈക്രോബുകൾ കൊണ്ടുള്ള കണ്ടാമിനേഷൻ എന്ന കണ്ടീഷൻ അവിടെ ഉണ്ടായിട്ടില്ല, അവിടെ ഉണ്ടായില്ല. അപ്പോൾ അങ്ങനെ ഒരു ഫ്രീ ഓഫ് മൈക്രോബിയൽ കണ്ടാമിനേഷൻ എന്ന അവസ്ഥയിലേക്ക് വന്നപ്പോൾ ആ ഒരു തിയറി അല്ലെങ്കിൽ ആ ഒരു ഫൈൻഡിങ്സ് ആണ് സ്പോണ്ടേനിയസ് ജനറേഷൻ എന്ന് പറയുന്ന തിയറിയെ ഡിസ്പ്രൂവ് ചെയ്യപ്പെടുന്നത്. കാരണം ആ തിയറി നമുക്ക് ഒരിക്കലും ആ ഒരു എന്താ പറയുക വളരെ ആകസ്മികമായിട്ട് സംഭവിക്കുമെന്നൊരു കോൺസെപ്റ്റിലേക്ക് നമുക്ക് എത്താനായിട്ട് കഴിയില്ല എന്നൊരു ഫോമിലേക്ക് എത്തിയത്. അപ്പോൾ എന്ന് പറഞ്ഞാൽ ഒരിക്കലും ഒരു ഇവല്യൂഷൻ എന്ന് പറയുന്നത് സ്പോണ്ടേനിയസ് അല്ല എന്നുള്ളൊരു കോൺസെപ്റ്റാണ് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെ പല പല വേർഷൻസ് ആണ് ഇവല്യൂഷനുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ പഠിക്കുന്നത്. ഇനി ഇതൊന്നുമല്ല, ഇതിലൊക്കെ ഉപരി വളരെ ആധുനികമായിട്ടുള്ള വളരെ മോസ്റ്റ് മോഡേൺ ആയിട്ടുള്ള ലൈഫിനെ കുറിച്ചൊരു തിയറി പറയുന്നുണ്ട്. ദ മോസ്റ്റ് മോഡേൺ കോൺസെപ്റ്റ് അല്ലെങ്കിൽ ഹൈപ്പോതെസിസ് ഓഫ് ഒറിജിൻ ഓഫ് ലൈഫ് വാസ് ഫോർമുലേറ്റഡ് ബൈ ഹെക്കൽ. ഹെക്കൽ എന്ന് പറയുന്ന ഒരു സയൻറ്റിസ്റ്റ്,
അദ്ദേഹം പറയുന്ന വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ലൈഫിൻ്റെ ഒറിജിനെ കുറിച്ച് പറയുന്നുണ്ട്. ഒരു വളരെ ആധുനികമായിട്ടുള്ള ഭൂമി എങ്ങനെ ഉണ്ടാകുന്നു, അല്ലെങ്കിൽ അതിൻ്റെ ആ ജീവൻ എങ്ങനെ ഉണ്ടാകുന്നു, അതിനകത്തുള്ള പദാർത്ഥങ്ങൾ എങ്ങനെ രൂപം ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതിനെക്കുറിച്ച് വളരെ വിശദമായ ഒരു അവെയർനെസ് ആണ്, അല്ലെങ്കിൽ ഒരു ഫൈൻഡിങ്സ് ആണ് ഈ ഹേക്കലിലൂടെ ഫോർമുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അത് പ്രധാനമായിട്ട് ആ തിയറിയെ നമ്മൾ ഇലാബറേറ്റ് ചെയ്യുന്നത് കെമിക്കൽ തിയറിയിലൂടെയായിരുന്നു. ദാറ്റ് വാസ് പ്രൂവൺ ബൈ എ കെമിക്കൽ കോൺസെപ്റ്റ്. അപ്പോൾ കെമിക്കൽ തിയറീസിലൂടെ അതിനെക്കുറിച്ച് പറയുമ്പോൾ രണ്ട് പ്രധാനപ്പെട്ട സയൻറ്റിസ്റ്റുമാരുടെ ഒരു കോൺസെപ്റ്റ് കൂടി, അവരുടെ രണ്ടുപേരുടെയും കൂടെ ഹെൽപ്പ് കൂടി അതിനകത്ത് വരുന്നു. അതിലൊന്നായിരുന്നു ഒപ്പാരിൻ എന്നും മറ്റൊരാളിനെ ഹാൽഡെയ്ൻ എന്നും പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ ആ കോൺസെപ്റ്റിനെ രണ്ട് പേരിൽ പറയും. ഒപ്പാരിൻ ഹാൽഡെയ്ൻ ഹൈപ്പോതെസിസ്. ആ തിയറി, ആ ഒരു ഹൈപ്പോതെസിസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒപ്പാരിൻ ഹാൽഡെയ്ൻ ഹൈപ്പോതെസിസ് അവരുടെ ഒരു ബുക്കാണ്. അവരുടെ ആ ബുക്കിനകത്ത് അവരെക്കുറിച്ച് പറയുന്നുണ്ട്. ഈ പറയുന്ന ലൈഫ് എങ്ങനെ ഒറിജിനേറ്റ് ചെയ്തു, ആ യൂണിവേഴ്സൽ ലൈഫിൻ്റെ ഒറിജിൻ എങ്ങനെ ആയിരുന്നു, അല്ലെങ്കിൽ എങ്ങനെയല്ല, ഇതുകൊണ്ടല്ല അല്ലെങ്കിൽ ഇതുകൊണ്ടാണ് എന്നുള്ള ഒരു കോൺസെപ്റ്റ്, ആ ഒരു ഫൈൻഡിങ്സ് അവരുടെ തന്നെ ഒരു ബുക്കിനകത്ത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഒപ്പാരിൻ്റെയും ഹാൽഡെയിൻ്റെയും ബുക്കാണ്. ആ ബുക്കിൻ്റെ പേര് ദ ഒറിജിൻ ഓഫ് ലൈഫ് എന്നായിരുന്നു. ലൈഫിൻ്റെ ഒറിജിൻ എന്ന് പറഞ്ഞാൽ ജീവൻ്റെ ഉദ്ഭവം എന്നതാണ് അവരുടെ ആ ബുക്കിൻ്റെ പേര്. ആ ടൈറ്റിൽ തന്നെ അതാണ്. സോ അവരെന്താണ് പറഞ്ഞു നോക്കൂ. ഒപ്പാരിൻ ആൻഡ് ഹാൽഡെയിൻ സ്റ്റേറ്റ്സ് ദാറ്റ് സ്പോണ്ടേനിയസ് ജനറേഷൻ ഓഫ് ലൈഫ് അണ്ടർ ദ പ്രസന്റ് എൻവയോൺമെന്റൽ കണ്ടീഷൻ ഈസ് നോട്ട് പോസിബിൾ. ഇതാണ് ഫസ്റ്റ് കോൺസെപ്റ്റ്. സ്പോണ്ടേനിയസ് ജനറേഷൻ, വളരെ യാദൃശികമായിട്ട് ആകസ്മികമായിട്ടുണ്ടാകുന്നൊരു തലമുറ, അത് ആ ഒരു തലമുറ അണ്ടർ ദ പ്രസൻറ്റ് എൻവയോൺമെൻറ്റൽ കണ്ടീഷൻ ഈസ് നോട്ട് പോസിബിൾ. നമ്മൾ ഇന്ന് നിൽക്കുന്ന അല്ലെങ്കിൽ പ്രസൻ്റ്ലി കാണുന്ന അന്തരീക്ഷത്തിൻ്റെ ആ സ്വഭാവങ്ങൾ, അതിൻ്റെ അവസ്ഥകൾ, അതിനനുസരിച്ച് വളരെ ഫാസ്റ്റായിട്ടുള്ള ഒരു ജനറേഷൻ ഉണ്ടാവുക എന്ന് പറയുന്നത് ഒരിക്കലും പോസിബിൾ അല്ലാത്ത, ഒരിക്കലും സാധ്യമല്ലാത്ത ഒരു കോൺസെപ്റ്റാണ് എന്നതാണ് അവരുടെ ആദ്യത്തെ സ്റ്റേറ്റ്മെൻറ്റ് തന്നെ പറയുന്നത്. സോ ദേ സ്റ്റേറ്റഡ് ദാറ്റ് സ്പോണ്ടേനിയസ് ജനറേഷൻ ഓഫ് ലൈഫ് അണ്ടർ ദ പ്രസൻറ്റ് എൻവയോൺമെൻറ്റൽ കണ്ടീഷൻ ഈസ് നോട്ട് പോസിബിൾ. അതൊരിക്കലും സാധ്യമല്ല എന്നൊരു കോൺസെപ്റ്റിലേക്ക് വരുന്നു. എന്നിട്ട് അതോടൊപ്പം തന്നെ മറ്റൊരു പോയിന്റ് കൂടെ പറയുന്നുണ്ട്. എർത്ത്സ് സർഫസ്, ഭൂമിയുടെ ആ ഒരു ചുറ്റുപാട് അല്ലെങ്കിൽ അതിൻ്റെ പ്രതലം, അതിൻ്റെ സർഫസ്, ആൻഡ് ദി അറ്റ്മോസ്ഫിയർ, നമ്മുടെ അന്തരീക്ഷം, ആ രണ്ട് കാര്യങ്ങളും ഡ്യൂറിങ് ദ ഫസ്റ്റ് ബില്യൺ ഇയേഴ്സ്, ആദ്യത്തെ ബില്യൺ വർഷങ്ങൾക്ക് മുമ്പ്, ആ ഒരു ടൈമിൽ എക്സ്റ്റൻസ് വെയർ റാഡിക്കലി ഡിഫറെൻറ്റ് ഫ്രം ടുഡേയ്സ് കണ്ടീഷൻസ്. ആ ലൈഫ് ഉണ്ടാകുന്ന സമയത്ത് അല്ലെങ്കിൽ ലൈഫ് ഉണ്ടായി എന്ന് പറയുന്ന ടൈമിൽ അത് നമ്മളുമായിട്ട് നോക്കുമ്പോൾ, നമ്മുടെ പ്രസൻറ്റ് കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ അവരുടെ ആ ഒരു കണ്ടീഷൻസുമായിട്ട് നോക്കിയാൽ, അല്ലെങ്കിൽ മോഡേൺ കണ്ടീഷൻസുമായിട്ട് നോക്കിയാൽ ഒരു റാഡിക്കലായിട്ടുള്ള ഡിഫറൻസ് തന്നെ ഇവിടെ ഉണ്ടെന്നുള്ളതാണ്. വെറുതെ വേഗമായിട്ട് സർഫസിൽ കൂടി ഉണ്ടാകുന്നൊരു ചേഞ്ച് അല്ലെങ്കിൽ വളരെ മൈന്യൂട്ടായിട്ടുള്ളൊരു വേരിയേഷൻ എന്ന് പറയാൻ പറ്റത്തില്ല. അപ്പോൾ റാഡിക്കലി ഡിഫറൻറ്റ് നമ്മുടെ പ്രസൻറ്റ് കണ്ടീഷൻസുമായിട്ട് നോക്കിയാൽ, പ്രസൻറ്റ് ജനറേഷൻസുമായിട്ട് നോക്കിയാൽ, ആ അറ്റ്മോസ്ഫിയറിക് കണ്ടീഷൻസിൽ നിന്നുകൊണ്ട് ഒരു സ്പോണ്ടേനിയസ് ആയിട്ടുള്ള ജനറേഷൻ ഈസ് നോട്ട് പോസിബിൾ. ബട്ട് ദേ ആർ റാഡിക്കലി ഡിഫറെൻറ്റ്. വലിയ തരത്തിൽ വളരെ കാര്യമായ ഒരു ചേഞ്ച്, ആ റാഡിക്കലായിട്ടെങ്കിലും ഒരു ഡിഫറൻസ് അവിടെ ഉണ്ടായിട്ടുണ്ട് എന്നൊരു പോയിന്റിലേക്ക് എത്തി നിൽക്കുന്നുണ്ട്. സോ ആ ഒരു ആസ്പെക്റ്റാണ് ഇതിനകത്ത് ഉണ്ടായിട്ടുള്ളത്. എന്ന് പറഞ്ഞാൽ എർത്തിൻ്റെ ഇനീഷ്യൽ അറ്റ്മോസ്ഫിയർ എന്ന് പറയുന്നത് ഒരു റെഡ്യൂസിങ് വണ്ണായിരുന്നു, ചുരുങ്ങി പോയിട്ടുള്ള ഒരവസ്ഥയായിരുന്നു. അപ്പോൾ എബയോജെനിസിസ് എന്ന് പറഞ്ഞാൽ ആ എബയോട്ടിക് ഫാക്ടേഴ്സിൻ്റെ ഫോർമേഷൻ, അതാണ് എബയോജെനിസിസ് എന്ന് പറയുക. ആ എബയോജെനിസിസ് occurred about 3.7 billion years ago. ആ അജീവിയ ഘടകങ്ങൾ ഉണ്ടായത് 3.7 ബില്യൺ വർഷങ്ങൾക്ക് മുന്നേയാണ് എന്നൊരു കോൺസെപ്റ്റ്. എന്ന് പറഞ്ഞാൽ എർത്തിൻ്റെ ഇനിഷ്യൽ അറ്റ്മോസ്ഫിയർ, ആദ്യത്തെ അവസ്ഥ, ആ ഭൂമി ഉണ്ടായി അല്ലെങ്കിൽ എർത്ത് ഉണ്ടാകുന്ന സമയത്ത് അന്നേരത്തും ഉണ്ടാകുന്ന അറ്റ്മോസ്ഫിയർ, ആ അന്തരീക്ഷം എന്ന് പറയുന്നത് ഒരു റെഡ്യൂസിങ്, അതിങ്ങനെ ചുരുങ്ങി വളരെ ഒരു റെഡ്യൂസ്ഡ് ഫോമിൽ, വളരെ ചെറിയ ഒരു നേർത്തൊരു ഫോമിലായിരുന്നു ഉണ്ടായത്. അപ്പോൾ അവിടെ ഈ അബയോജെനിസിസ് എന്ന് പറയുന്ന അഥവാ അബയോട്ടിക് ഫാക്ടേഴ്സ് അഥവാ നോൺ ലിവിങ് ഫാക്ടേഴ്സ് ആ ഒരു ടൈമിൽ ഫോംഡ് ആയപ്പോൾ ഏകദേശം 3.7 ബില്യൺ വർഷങ്ങൾക്ക് മുമ്പ് അത് സംഭവിച്ചു എന്നൊരു ആസ്പെക്റ്റ് ഇവിടെ പറയുന്നുണ്ട്. ഇവിടെ മറ്റൊരു പോയിന്റ് കൂടെ നമ്മൾ മനസ്സിലാക്കുക. ഒപ്പാരിൻ ഹാൽഡെയിൻ തിയറിക്ക് മറ്റൊരു പേരുണ്ട്, പ്രോട്ടോബയോജെനിസിസ്.
Oparin Haldane theory is otherwise named as protobiogenesis, which was experimentally supported by Stanley Miller. അപ്പോൾ സ്റ്റാൻലി മില്ലറുടെ ആ ഒരു കോൺസെപ്റ്റിലൂടെ എക്സ്പെരിമെൻ്റലായിട്ട് അദ്ദേഹം ഒന്ന് സപ്പോർട്ട് ചെയ്തു ആൻഡ് സെപ്പറേറ്റഡ് ദ എൻറ്റയർ പ്രോസസ് ഇൻ ടു ദ ഫോളോയിങ് സ്റ്റെപ്സ്. അപ്പോൾ ഓരോ ഭൂമി ഉണ്ടാകുന്ന അല്ലെങ്കിൽ ലൈഫ് ഒറിജിനേറ്റ് ചെയ്യപ്പെടുന്ന ഓരോ ഘട്ടങ്ങളെയും പല പല സ്റ്റെപ്പുകളിലൂടെ പല പല രൂപങ്ങളിലൂടെ അദ്ദേഹം അത് കാണിച്ചിരിക്കുകയാണ്. ആരാണ്? സ്റ്റാൻലി മില്ലറുടെ. അപ്പോൾ ഒപ്പാരിൻ ഹാൽഡെയിൻ പറഞ്ഞ പോയിന്റുകളെ, അവരുടെ കോൺസെപ്റ്റുകളെ സ്റ്റാൻലി മില്ലർ ലാബിനകത്ത് അതിനെ ഒരു ഡെമോൺസ്ട്രേഷനിലൂടെ കാണിച്ചേക്കുന്നതാണ്. സോ അവിടെ പറയുന്ന ഈ പറയുന്ന സ്റ്റെപ്പുകൾ എന്തൊക്കെയെന്ന് നോക്കൂ. ഒന്നാമതായിട്ട് പറയുന്നത് ഒറിജിൻ ഓഫ് എർത്ത് ആൻഡ് ഇറ്റ്സ് പ്രിമിറ്റീവ് അറ്റ്മോസ്ഫിയർ. എർത്തിൻ്റെ ഒറിജിൻ ആൻഡ് ഇറ്റ്സ് പ്രിമിറ്റീവ് അറ്റ്മോസ്ഫിയർ, ആ ഒരു ടൈമിൽ ഉണ്ടാകുന്ന അന്തരീക്ഷം, എർത്ത് ഒറിജിനേറ്റ് ചെയ്യപ്പെട്ട സമയം, ഭൂമി ഉണ്ടായിട്ടുള്ള സമയം, അതോടൊപ്പം തന്നെ ആ സമയത്ത് ഉണ്ടായിരുന്ന അറ്റ്മോസ്ഫിയർ. അറ്റ്മോസ്ഫിയർ എന്ന് പറഞ്ഞാൽ എന്താ? ആ ഒരു എന്താ പറയുക, മോൾട്ടൺ മാസ് ഓഫ് ഗ്യാസസ്, വളരെ ഹ്യൂജ് ടെമ്പറേച്ചർ ആയിരുന്നു പ്രിമിറ്റീവ് ടൈമിലൊക്കെ. അപ്പോൾ അങ്ങനെ ഒരു ടെമ്പറേച്ചർ കണ്ടീഷൻസിൽ ഏകദേശം 6000 ഡിഗ്രി സെൽഷ്യസ് വരെ, അത്രയും ഹ്യൂജ് ആയിട്ടുള്ള ടെമ്പറേച്ചർ ആയിരുന്നു ആ ഒരു ടൈമിലേക്ക് ഉണ്ടായിരുന്നു എന്നുള്ളതാണ് കോൺസെപ്റ്റ്. സോ ഇവിടെ പറഞ്ഞേക്കുന്നത് ഈ ഒപ്പാരിൻ്റെയും ഹാൽഡെയിൻ്റെയും കോൺസെപ്റ്റുകളെ മില്ലറുടെ കോൺസെപ്റ്റ് അനുസരിച്ച് തിയററ്റിക്കലി അദ്ദേഹം കാണിച്ചേക്കുന്നത് 3 പ്രധാനപ്പെട്ട സ്റ്റെപ്പുകളിലൂടെ. അതിലൊന്ന് ആയിരുന്നു ഒറിജിൻ ഓഫ് എർത്ത് ആൻഡ് ഇറ്റ്സ് പ്രിമിറ്റീവ് അറ്റ്മോസ്ഫിയർ. അത് കഴിഞ്ഞാൽ അതിനെ ഫോളോ ചെയ്തുകൊണ്ട് പറയുന്ന രണ്ടാമത്തെ ആസ്പെക്റ്റ് ആയിരുന്നു കെമിക്കൽ എവല്യൂഷൻ. എന്താ പറയുക, രാസമാറ്റം സംഭവിക്കുക, രാസപരിണാമമാണ്. കെമിക്കൽ എവല്യൂഷനാണ് രണ്ടാമത്തെ പോയിന്റ്. അല്ലെങ്കിൽ അതിൻ്റെ മറ്റൊരു പേര് പറയും കീമോജനി, കെമിക്കൽ ഫോർമേഷൻ, കീമോജനി ആൻഡ് തേർഡ് വൺ ഈസ് ബയോളജിക്കൽ എവല്യൂഷൻ. അങ്ങനെ 3 പ്രധാനപ്പെട്ട സ്റ്റെപ്പുകളിലൂടെയാണ് ഈ ഒരു കോൺസെപ്റ്റ് തിയററ്റിക്കലായിട്ട് മില്ലർ കാണിച്ചേക്കുന്നത്. സോ അങ്ങനെ ആ ഒരു കണ്ടീഷൻസ് വരുമ്പോൾ നമുക്ക് എർത്തിനെ കുറിച്ച് പറയുന്ന ചില ഫാക്ടേഴ്സ് കൂടി മനസ്സിലാക്കേണ്ടതുണ്ട്. ഒന്നാമതായിട്ട് പറയേണ്ടത് ദ കണ്ടീഷൻസ് ഓൺ എർത്ത് വെയർ, ആ ഒരു പ്രിമിറ്റീവ് ടൈമിൽ എർത്തിൻ്റെ സിറ്റുവേഷൻസും അവിടെ ഉണ്ടായ കണ്ടീഷൻസിനെ കുറിച്ച് പറയുമ്പോൾ ഒന്നാമതായിട്ട് പറയേണ്ടത് ഹൈ ടെമ്പറേച്ചർ. ഞാൻ പറഞ്ഞല്ലോ 6000 ഡിഗ്രി സെൽഷ്യസ് വരെയുള്ള ടെമ്പറേച്ചറാണ്, ആ ഒരു താപനില, അത്രയും ഹ്യൂജ് ലെവൽ ഓഫ് ടെമ്പറേച്ചർ. നമ്മളാരും പോയി മെഷർ ചെയ്തിട്ടില്ല, പക്ഷേ ഏകദേശം ഒരു 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 എന്താ പറയുക, ഒരു കണക്കൂട്ടിലൂടെ, ഒരു ഫൈൻഡിങ്സിലൂടെ നമ്മൾ കണ്ടെത്തിയൊരു പോയിൻ്റാണത്. സോ അവിടെ ആ ഒരു ഹെവി ടെമ്പറേച്ചർ, ഹൈ ടെമ്പറേച്ചർ, അതൊരു മെയിൻ പോയിൻ്റാണ്. അത് കഴിഞ്ഞാൽ പിന്നെയുള്ളത് വോൾക്കാനിക് സ്റ്റോംസ്, വോൾക്കാനോസ് അറിയാം, നമുക്ക് സ്റ്റോംസും അറിയാം. അപ്പോൾ വോൾക്കാനിക് സ്റ്റോംസ് ഉണ്ടായിട്ടുണ്ട്. ആൻഡ് തേർഡ് വൺ ഈസ് റെഡ്യൂസിങ് അറ്റ്മോസ്ഫിയർ, അറ്റ്മോസ്ഫിയർ ചുരുങ്ങുക, കണ്ടെയ്നിങ് മീഥെയിൻ ആൻഡ് അമോണിയ. മീഥെയിൻ CH4 എന്നറിയപ്പെടുന്ന മീഥെയിൻ, NH3 എന്ന് പറയുന്ന അമോണിയ, ഇതിൻ്റെ എല്ലാം ആ ഒരു എന്താ പറയുക, ആ ഒരു അറ്റ്മോസ്ഫിയറിൽ ഇതെല്ലാം കുറഞ്ഞു വരുന്ന സിറ്റുവേഷൻസ്. അപ്പോൾ ഇതെല്ലാമായിരുന്നു ആ ഒരു കണ്ടീഷനിൽ എർത്തിലുണ്ടായിട്ടുള്ളത്. സോ അങ്ങനെ വന്നപ്പോൾ അദ്ദേഹം എന്താ ചെയ്തത്, ഈ ഒരു കണ്ടീഷനിൽ ഹീ ക്രിയേറ്റഡ് ഇലക്ട്രിക് ഡിസ്ചാർജ്. ആ മില്ലറുടെ കോൺസെപ്റ്റാണ് സാർ ഈ പറയുന്നത്. ഇലക്ട്രിക് ഡിസ്ചാർജ് ഇൻ എ ക്ലോസ്ഡ് ഫ്ലാസ്ക് കണ്ടെയ്നിങ് മീഥെയിൻ, ഹൈഡ്രജൻ, അമോണിയ ആൻഡ് വാട്ടർ വേപ്പർ അറ്റ് 800 ഡിഗ്രി സെൽഷ്യസ്. ഈ പറയുന്ന കണ്ടീഷൻസിൽ ഒരു ലാബിനകത്ത് സെറ്റ് ചെയ്യുമ്പോൾ ഒരിക്കലും നമുക്ക് ഇത്രയും ഹ്യൂജ് ടെമ്പറേച്ചറൊന്നും പോസിബിൾ അല്ല. എന്നിട്ട് കൂടിയും ഏകദേശം 800 ഡിഗ്രി സെൽഷ്യസ് വരെയുള്ള ടെമ്പറേച്ചർ അവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ആ പ്രൊവൈഡ് ചെയ്ത ടെമ്പറേച്ചറിൽ എന്താ കാണിച്ചത്, ഒരു ഇലക്ട്രിക് ഡിസ്ചാർജ്, ഇലക്ട്രോൺസിൻ്റെ റിലീസിംഗ് ആണ്. ഇലക്ട്രിക് ഡിസ്ചാർജ് ഇൻ എ ക്ലോസ്ഡ് ഫ്ലാസ്ക് വിച്ച് കണ്ടെയ്ൻസ്, ആ ഒരു ഫ്ലാസ്കിനകത്ത് എന്തുണ്ടായിരുന്നു, സം ഗ്യാസസ്, മോൾട്ടൺ മാസ് ഓഫ് ഗ്യാസസ്. ആ ഗ്യാസസ് ആയിട്ടുള്ളത് ഏതൊക്കെയാണ്? ഒന്ന് മീഥെയിൻ ആണ്, CH4 മീഥെയിൻ. സെക്കൻഡ് വൺ ഹൈഡ്രജൻ ആണ്. തേർഡ് വൺ അമോണിയ ആൻഡ് ഫോർത്ത് വൺ വാട്ടർ വേപ്പർ. ഇതെല്ലാം കൂടി ഈ പറയുന്ന 800 ഡിഗ്രി സെൽഷ്യസിൽ അദ്ദേഹം ഒരു ക്ലോസ്ഡ് ഫ്ലാസ്കിനകത്ത് ഫോർമുലേറ്റ് ചെയ്തു. ആൻഡ് ഹി ഒബ്സർവ്ഡ് ദ ഫോർമേഷൻ ഓഫ് അമിനോ ആസിഡ്സ്. അങ്ങനെ അദ്ദേഹത്തിന് ഒബ്സർവ് ചെയ്യാൻ കഴിഞ്ഞത് അമിനോ അമ്ലങ്ങളുടെ ഉത്ഭവമാണ്. ദ ഫോർമേഷൻ ഓഫ് അമിനോ ആസിഡ്സ്. നമുക്കറിയാം എന്താണ് അമിനോ ആസിഡ് എന്ന് പറഞ്ഞാൽ, ദേ ആർ ദി ബിൽഡിംഗ് ബ്ലോക്സ് ഓഫ് പ്രോട്ടീൻസ്. മാംസ്യങ്ങളുടെ അടിസ്ഥാന ഘടകങ്ങൾ എന്ന് പറയുന്നത് അമിനോ അമ്ലങ്ങളല്ലേ. സോ ഇദ്ദേഹത്തിന് കാണാൻ കഴിഞ്ഞത്, മില്ലർ ഈ എക്സ്പെരിമെൻറ്റ് കണ്ടക്ട് ചെയ്തപ്പോൾ അദ്ദേഹത്തിന് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ കഴിഞ്ഞ ഒരു പോയിൻ്റാണ്
അമിനോ ആസിഡ് കണ്ടീഷൻസ്, അമിനോ ആസിഡ് ഫോർമേഷൻസ്. ഇനി അതേ എക്സ്പെരിമെൻറ്റിൽ തന്നെ ഇൻ സിമിലർ എക്സ്പെരിമെൻറ്റ്സ് അതേഴ്സ്, മറ്റ് ശാസ്ത്രജ്ഞർക്ക് അല്ലെങ്കിൽ അതേഴ്സ് ഒബ്സർവ്ഡ് ഫോർമേഷൻ ഓഫ് ഷുഗേഴ്സ്, കാർബോഹൈഡ്രേറ്റുകളുടെ ആ ഒരു ധാന്യങ്ങളുടെ പ്രസൻസ്, പിന്നെയോ നൈട്രോജൻ ബേസസ്, നൈട്രജൻ ഘടകങ്ങൾ, നൈട്രജൻ ബേസസ് നമുക്കറിയാം അല്ലേ? നൈട്രജൻ ഘടകങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ നമുക്ക് DNA, RNA പോലുള്ള കമ്പോണൻറ്റുകളിൽ വരുന്ന ബേസ് ഫാക്ടേഴ്സ് ഏതാണ്? തൈമിൻ, ഗ്വാനിൻ, യുറാസിൽ, അഡിനിൻ തുടങ്ങിയ നൈട്രോജനസ് ബേസസ്. പിന്നെയോ പിഗ്മെൻറ്റ്സ്, വർണ്ണവസ്തുക്കൾ, ആൻഡ് ഫാറ്റ്സ് അഥവാ കൊഴുപ്പുകൾ. ഇങ്ങനെയുള്ള കമ്പോണൻറ്റുകൾ കൂടി മറ്റ് ഫൈൻഡിങ്സിൽ മറ്റ് ശാസ്ത്രജ്ഞർക്ക് ഈ ഒരു എക്സ്പെരിമെൻറ്റിലൂടെ കണ്ടക്ട് ചെയ്യാൻ കഴിഞ്ഞു, അവർക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ കഴിഞ്ഞു. ആൻഡ് അനാലിസിസ് ഓഫ് മീറ്റിയോറൈറ്റ് കണ്ടൻറ്റ്, ആ മീറ്റിയോറൈറ്റ്സിൻ്റെ കണ്ടൻറ്റ് പോലും, അതിൻ്റെ ഒരു അവശിഷ്ടങ്ങൾ പോലും റിവീൽ ചെയ്തു, അത് ഉത്ഭവിക്കാൻ തുടങ്ങി, കണ്ടെത്തുവാൻ കഴിഞ്ഞു. റിവീൽഡ് സിമിലർ കോമ്പൗണ്ട്സ് ഇൻഡിക്കേറ്റിംഗ് ദാറ്റ് സിമിലർ പ്രോസസ് ആർ ഒക്കറിങ് എൽസ്വെയർ ഇൻ സ്പേസ്. അതേ ഉദ്ഭവം, അതേ പ്രക്രിയകൾ നമ്മുടെ സ്പേസുകളിൽ നടക്കുന്നുണ്ട് എന്നൊരു കോൺസെപ്റ്റിലേക്ക് എത്താൻ സാധിച്ചിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ ഒരു മോൾട്ടൺ മാസ് ഓഫ് ഗ്യാസസ് ആയിരുന്നു അറ്റ്മോസ്ഫിയർ എന്ന് പറയുന്ന കണ്ടീഷൻ. അത് ആ ഒരു സ്റ്റേജിൽ നിന്നുകൊണ്ട് ഒരു സഡൻ എക്സ്പ്ലോഷനിലൂടെ, ഒരു സഡൻ ബോംബാർഡ്മെൻറ്റ്, ആ ഒരു പൊട്ടിത്തെറിയിലൂടെ, ആ ഒരു തെർമോ ന്യൂക്ലിയർ എക്സ്പാൻഷനിലൂടെ ആ ഹ്യൂജ് ടെമ്പറേച്ചർ എന്ന് പറയുന്ന കണ്ടീഷൻ ഗ്രാജുവലായിട്ട് റെഡ്യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. അത് റെഡ്യൂസ് ചെയ്തിട്ടാണ് പുതിയ പുതിയ കണ്ടീഷൻസ് എല്ലാം ഫോർമുലേറ്റ് ചെയ്തത്. പക്ഷേ ആ ഫോർമേഷൻസ് വന്നപ്പോൾ അതിന് ഒരു ടൈം എടുത്തു എന്നുള്ളൊരു പോയിന്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇതിനകത്ത് പറയുന്നൊരു പോയിന്റ്, ഈ ഒരു ലിമിറ്റഡ് കണ്ടീഷൻസിൽ ഓർഗാനിക് ആയിട്ടുള്ള കോമ്പൗണ്ടുകളുടെ, പിഗ്മെൻറ്റുകളുടെ, മീറ്റിയോറൈറ്റ്സിൻ്റെ, അമിനോ ആസിഡുകളുടെ ഇങ്ങനെയുള്ള ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ടായി എന്ന് നമുക്ക് കണ്ടെത്തുവാൻ കഴിഞ്ഞു. അപ്പോൾ ഈ സ്പേസിൽ നമ്മുടെ ഈ എന്താ പറയുക, ആ ഒരു സ്പേസ് പ്രോഗ്രാംസിലോ അല്ലെങ്കിൽ അവിടെയൊക്കെ നമുക്ക് ഈ പറയുന്ന കണ്ടീഷൻസ് അല്ലേ ഉള്ള സിറ്റുവേഷൻസ് ആയിരുന്നു എന്നുള്ള ഒരു കോൺസെപ്റ്റിലേക്ക് നമുക്ക് എത്തേണ്ടതായിട്ട് കഴിയുന്നുണ്ട്. സോ വിത്ത് ദീസ് ലിമിറ്റഡ് എവിഡൻസ്, ഈ ഒരു ചുരുക്കമായിട്ടുള്ള നമുക്ക് കിട്ടിയിട്ടുള്ള തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ദ ഫസ്റ്റ് പാർട്ട് ഓഫ് ദി കൺജങ്ക്റ്റീവ് തിയറി, ആ കൺജങ്ക്റ്റീവ് ആയിട്ടുള്ള തിയറിയുടെ ആദ്യത്തെ ഒരു ഭാഗം എന്ന് പറയുന്നത് the chemical evolution was more or less accepted. നമുക്ക് കുറേയെങ്കിലും, ഏറെക്കുറെയെങ്കിലും നമുക്ക് ആ ഒരു കെമിക്കൽ എവല്യൂഷൻ എന്ന് പറയുന്നതിനെ അക്സെപ്റ്റ് ചെയ്യേണ്ടി വരുന്നു. ആ ഒരു രാസപരിണാമത്തെ, ആ കെമിക്കൽ എവല്യൂഷനെ ഒരു സർട്ടൺ ലിമിറ്റ് വരെയെങ്കിലും, ഒരു പരിധിവരെ നമുക്ക് അക്സെപ്റ്റ് ചെയ്യേണ്ടതായിട്ട് വരുന്നു എന്നൊരു കോൺസെപ്റ്റ് വരുന്നുണ്ട്. അദ്ദേഹം ഒരു ഗ്രാഫിക്കൽ ഒരു ഡയഗ്രമത്തിലൂടെ, ഒരു ഡയഗ്രമാറ്റിക് റെപ്രസെൻറ്റേഷനിലൂടെ മില്ലർ ആ ഒരു കണ്ടീഷൻ ഫോർമുലേറ്റ് ചെയ്തിട്ടുണ്ട്. അതാണ് ഞാനിവിടെ പറയുന്നത്. ഒരു ബോയിലിംഗ് കണ്ടീഷൻ, ഒരു ഫ്ലാസ്ക് പോലത്തെ ഒരു കമ്പോണൻറ്റിൽ ആ ബോയിലിംഗ് വാട്ടർ, എന്നിട്ട് അതിങ്ങനെ കടന്നു പോകുമ്പോൾ ഒരു വാക്യൂം പമ്പെല്ലാം പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഈ വാട്ടർ എല്ലാം കൂടി ഇങ്ങനെ പാസ് ചെയ്ത് പോയിട്ട് അത് വരുന്നത് എവിടെയാണ്? ആ ഒരു എന്താ പറയുക, ഒരു മോൾട്ടൺ ഗ്യാസ് ചേമ്പറിനകത്താണ്. കാരണം അതിലേക്ക് ഈ പറയുന്ന ഇലക്ട്രോഡുകൾ, മോൾട്ടൺ മാസ് ഓഫ് ഗ്യാസസ് വിച്ച് ആർ ഫിൽഡ് ഇൻ ദാറ്റ് ചേമ്പർ, ആ ചേമ്പറിനകത്ത് ഈ പറയുന്ന കമ്പോണൻസ് എല്ലാം തന്നെ ഫിൽഡാണ്. അവിടെ ഫിൽ ചെയ്തിരിക്കുന്ന കമ്പോണൻറ്റുകൾ ഏതൊക്കെ? ഒന്ന് മീഥെയിൻ, ദെൻ അമോണിയ, ദെൻ വാട്ടർ ആൻഡ് ഹൈഡ്രജൻ തുടങ്ങിയ കമ്പോണൻസ് എല്ലാം ഉണ്ട്. അപ്പോൾ ഞാൻ നേരത്തെ വാട്ടർ വേപ്പർ എന്ന് പറയുമ്പോൾ അവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഈ പറയുന്ന ടെമ്പറേച്ചർ, ബോയിലിംഗ് വാട്ടർ ആകുമ്പോൾ അത് വേപ്പേഴ്സ് ആയിട്ടല്ലേ പോകത്തുള്ളൂ. സോ ആ വാട്ടർ വേപ്പേഴ്സ് എന്നൊരു കോൺസെപ്റ്റ്. എന്നിട്ട് അതിലോ അവിടെ ഇലക്ട്രോഡുകൾ കണക്ട് ചെയ്തിട്ടുണ്ട്, ആ ഡയോഡുകളെ കണക്ട് ചെയ്തിരിക്കുന്നു. അപ്പം മോൾട്ടൺ മാസ് ഓഫ് ഗ്യാസസ് ആ ഒരു ചേമ്പറിലേക്ക് വന്നപ്പോൾ ആ ഇലക്ട്രോഡ് കൂടി കണക്റ്റഡ് ആയി കഴിഞ്ഞപ്പോൾ അവിടെ എന്ത് സംഭവിച്ചു? സ്പാർക്ക് ഡിസ്ചാർജ് ചെയ്യാൻ തുടങ്ങി. ദ ഡിസ്ചാർജിങ് ഓഫ് സ്പാർക്ക് ദാറ്റ് ഹാപ്പൻഡ്. അങ്ങനെ സ്പാർക്ക് ഡിസ്ചാർജ് ചെയ്തു. അപ്പം എന്ന് പറഞ്ഞാൽ അവിടെ മനസ്സിലാക്കേണ്ടത് അത്രയും ഹ്യൂജ് ലെവൽ ഓഫ് ടെമ്പറേച്ചർ, അത്രയും ഹൈ റേഞ്ച് ഓഫ് ടെമ്പറേച്ചർ എന്നുള്ളൊരു കോൺസെപ്റ്റിലേക്ക് നമുക്ക് എത്തേണ്ടി വരും. സോ ആ ഒരു കണ്ടീഷൻ വന്നപ്പോൾ അവിടെ എന്താ ചെയ്തത്? അതിൽ നിന്നും ഗ്രാജുവലായിട്ടുണ്ടാകുന്ന വാട്ടർ, ആ വാട്ടറിനെ പുറത്തേക്ക് വരുമ്പോൾ അതിനെ വാട്ടർ ഔട്ട് ആൻഡ് ഇൻ, കാരണം ഒരു കണ്ടൻസർ വെച്ചിട്ടുണ്ട്, ആ കണ്ടൻസറിൽ വെച്ചിട്ട് വാട്ടർ പുറത്തേക്ക് പോവുകയും തിരിച്ചകത്തോട്ട് എടുക്കുകയൊക്കെ ചെയ്തു. സോ ഇൻ ആൻഡ് ഔട്ട് സീക്വൻസിലൂടെ അവിടെ സംഭവിച്ചത് ആ ഒരു ടെമ്പറേച്ചറിന് ഗ്രാജുവൽ ആയിട്ടുള്ളൊരു ചേഞ്ച് സംഭവിക്കുന്നു. കാരണം ഞാൻ പറഞ്ഞല്ലോ, ബിഗ് ബാങ് തിയറി പറയുന്നത് അല്ലെങ്കിൽ തെർമോ ന്യൂക്ലിയർ എക്സ്പ്ലോഷൻ പറയുന്നത് ആ ഒരു കോൺസെപ്റ്റിൽ നിന്നും പൊട്ടിത്തെറിയിലൂടെ എക്സ്പാൻഷൻ സംഭവിക്കുകയും അതുവഴി ടെമ്പറേച്ചറിൻ്റെ ലെവൽ കുറയുകയും ചെയ്തു എന്നുള്ളതാണ്. സോ അത് തന്നെ എവിടെയും പ്രൂവ് ചെയ്തിരിക്കുന്നു. ആ ഒരു ഇലക്ട്രിക് ഡിസ്ചാർജ്
കാരണം ഹ്യൂജ് ടെമ്പറേച്ചറിൽ ഈ ഒരു എന്താ പറയുക, അല്ലെങ്കിൽ ആ ബോയിലിംഗ് വാട്ടർ അവിടേക്ക് ആ ഇലക്ട്രോഡുകൾ കണക്ട് ചെയ്തിരിക്കുന്ന കണ്ടീഷൻസിലേക്ക് വരുന്നപ്പോൾ ഡെഫിനറ്റായിട്ടും ഒരു ഇലക്ട്രിക് ഡിസ്ചാർജ് ഉണ്ടാവുകയും അത്രയും ഹൈ ടെമ്പറേച്ചറിൽ നിന്നപ്പോൾ ആ ടെമ്പറേച്ചർ ലെവൽ കുറയുന്നു എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ എക്സ്പ്ലോഷനിലൂടെ കാണിച്ചതുപോലെ ഒരു നാരോ ഓപ്പണിങ്സിൽ കൂടി ഇത് പുറത്തേക്ക് വരുന്നതാണ്. ആ ഹെവി ടെമ്പറേച്ചർ റിച്ച് ആയിട്ടുള്ള വാട്ടർ പുറത്തേക്ക് വരുന്നു. ആ വരുന്ന വെള്ളം ഒരു കണ്ടൻസറിൽ കൂടി ഇൻ ആൻഡ് ഔട്ട് സീക്വൻസിലൂടെ അതിൻ്റെ ടെമ്പറേച്ചർ ലെവൽ ഗ്രാജുവലി കുറയ്ക്കുകയാണ്. അങ്ങനെ കുറച്ച് വന്നപ്പോൾ അങ്ങനെ കുറയുന്നതിൻ്റെ ബേസിൽ ഉണ്ടായ ജലതുള്ളികൾ അല്ലെങ്കിൽ ജലകണികകൾ, വാട്ടർ ഡ്രോപ്ലെറ്റ്സ്, ആ വാട്ടർ ഡ്രോപ്ലെറ്റ്സ് പുറത്ത് വന്നപ്പോൾ അതിൽ നിന്നുണ്ടായ വാട്ടർ അല്ലെങ്കിൽ ആ തുള്ളികളിൽ നമുക്ക് കാണുവാൻ സാധിച്ചത് ഓർഗാനിക് ആയിട്ടുള്ള കോമ്പൗണ്ടുകളെ ആയിരുന്നു. എന്ന് പറഞ്ഞാൽ കാർബണികമായിട്ടുള്ള സംയുക്തങ്ങളെ കാണുവാൻ സാധിച്ചു. അപ്പോൾ ഓർഗാനിക്